ദൈവസഭയ്ക്കും ദൈവ മക്കൾക്കും പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കേണ്ടതിന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോ തോമസ് എബ്രഹാമിനെ ക്ഷണിക്കുന്നു. ദൈവ സാന്നിധ്യം നമ്മുടെ മേലിരിക്കട്ടെ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി സമയം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങളോട് ഒരുമിച്ച് കഴിഞ്ഞ 2 രാത്രിയിലും ഇന്നത്തെ ദിവസവും ആയിരിക്കാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകുന്ന വിലപ്പെട്ട അവസരത്തിനായിട്ട് ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുന്നു. ബറഖ ഇന്റർനാഷണൽ മിനിസ്ട്രീസിന് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീത കർത്താവിന്റെ ദാസന്മാർ പാസ്റ്റർ AJ ജോർജ്, പാസ്റ്റർ VJ ജോർജ്, ഇതിൻ്റെ പ്ലാനിങ്ങിനോടുള്ള ബന്ധത്തിൽ പ്രാരംഭ ദിവസങ്ങൾ മുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വർഗീസ് ജോർജ് മുതലായവ എല്ലാ കർത്താവിന്റെ ദാസന്മാരെയും ഞാൻ പ്രത്യേകം വന്ദനം ചെയ്യുന്നു. നിങ്ങളോട് ഒരുമിച്ച് ഈ വിഷയത്തെ ആസ്പദമാക്കി അന്ത്യകാല ലക്ഷണങ്ങൾ എന്നുള്ള തലക്കെട്ടിൽ ദൈവവചന വീക്ഷണത്തിൽ ദൈവസഭയ്ക്കകത്ത് ഉണ്ടാകുന്ന മൂല്യച്യുതി ഒരു ലക്ഷണമായി ദൈവവചനത്തെ ആസ്പദമാക്കി, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 24:4 തുടങ്ങി 2 കൊരിന്ത്യർ 11:3-4 ഈ വാക്യങ്ങളൊക്കെ ആസ്പദമാക്കി ചിന്തിക്കുവാൻ കർത്താവ് നൽകിയ വിലപ്പെട്ട അവസരത്തിനായിട്ട് ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച പോലെ ഈ ബൈബിൾ സ്റ്റഡി നിമിത്തം നമ്മളെ തന്നെ കണ്ടുണരുന്നതിനും ചതിക്കപ്പെടുന്ന അവസ്ഥകളിൽ നിന്നും മാറി നിൽക്കേണ്ടതിനും തിരുവചനത്തിന്റെ സത്യങ്ങൾ മറച്ചു വെക്കാതെ യാതൊരുവിധ മായവും ചേർക്കാതെ അന്ത്യകാലഘട്ടത്തിൽ ഒരു ശേഷിപ്പായി കാണപ്പെടേണ്ടതിനും ദൈവം വചനം കേൾക്കുന്ന എല്ലാവർക്കും ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരു പ്രാവശ്യം കൂടെ 2 കൊരിന്ത്യർ ലേഖനം 11:3-4 വാക്യങ്ങൾ വായിക്കുന്നു. ഇന്നലെ നമ്മൾ ചിന്തിച്ച് വന്ന വിഷയത്തിന്റെ തുടർച്ചയായി ചിന്തിപ്പാൻ വേണ്ടി താല്പര്യപ്പെടുകയും ചെയ്തു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഓർപ്പിച്ചു, അന്ത്യകാലഘട്ടത്തിന്റെ വഞ്ചനയുടെ ചതിവിന്റെ ഒരു വലിയ ലക്ഷണം എന്ന് പറഞ്ഞാൽ വേദശാസ്ത്രപരമായ ദുരുപദേശങ്ങൾ ആകണമെന്നില്ല. അത് ഉണ്ടായേക്കാം. എന്നാൽ ഈ സഭയുടെ പശ്ചാത്തലത്തിൽ ഞാൻ ഈ വചനങ്ങളിലൂടെ നിങ്ങളോട് സംവാദിച്ചു കൊണ്ടിരുന്നത് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് കളയത്തക്ക രീതിയിലുള്ള ശുശ്രൂഷകൾ. പക്ഷെ ഇവരും ശുശ്രൂഷകളാണ്. ഈ ചെയ്യുന്നവരും ശുശ്രൂഷകർ എന്ന പേരിൽ ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിന്റെ വീക്ഷണത്തിൽ നോക്കിയാൽ ബൈബിൾ സ്കൂളിൽ പഠിച്ചിറങ്ങുകയും സംഘടനകളുടെ വാലിഡേഷൻ ഉണ്ടാകുകയും വാക് സാമർഥ്യം ഉണ്ടാകുകയും എല്ലാ രീതിയിലും ശുശ്രൂഷകരുടെ പരിവേഷം ഉണ്ടായിരിക്കും. എന്നാൽ പൗലോസ് 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പ്രത്യേകിച്ച് 3 ഏരിയാസ് ആണ്. ഈ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് കളയത്തക്ക രീതിയിലുള്ള പ്രവണതകൾ വെളിപ്പെടുന്നത് 3 രീതിയിൽ കൂടിയാണ്. അതിലെ 2 ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. വായിക്കുന്നു 4-ാമത്തെ വാക്യം. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരേശുവിനെയോ. അവിടെ ഞാൻ ഓർപ്പിച്ച് നിങ്ങളോട്, അവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു യേശു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നതോ മനുഷ്യത്വത്തെ നിഷേധിക്കുന്നതോ യേശുവെന്ന രൂപേണ വേഷം കെട്ടി വരുന്നതോ ഇതൊന്നും അല്ല ഇവിടുത്തെ അർത്ഥം. ഇവിടുത്തെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നലെ നമ്മൾ സവിസ്തരമായി ചിന്തിച്ചു, യേശുവിന്റെ ജീവിതം മാതൃകയാക്കാതെ, കുറച്ചുകൂടെ പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ജീവിത ശൈലി, യേശുവിന്റെ ഐഹിക ലോക ജീവിതത്തിലെ ജീവിത ശൈലി മാതൃകയാക്കാതെ, ക്രൂശിനെ മാതൃകയാക്കാത്ത ഒരു കൂട്ടം ശുശ്രൂഷകർ. പക്ഷെ അവരും പറയുന്നത് യേശു എന്നാണ്. അവരും പറയുന്നത് യേശുവിൽ രക്ഷയുണ്ട്, യേശു മടങ്ങി വരുന്നു. പക്ഷെ ജീവിതം നോക്കിയാൽ യാതൊരു വിധത്തിലും ക്രൈസ്റ്റ് ലൈക്നെസ് കാണാൻ സാധിക്കുകയില്ല. അവര് പുകഴുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർക്കുള്ള കണക്ഷനെ കുറിച്ചാണ്. എന്നാലും നമ്മൾ കണ്ടു 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ ശ്ലാഘ്യപത്രങ്ങൾ വെച്ച് പുറമേ ഉള്ളതിൽ പ്രശംസിക്കുന്ന ഒരവസ്ഥ, ഈ ലോകത്തിൽ എന്തോ കിട്ടിയതിനെ കുറിച്ച് പറയുന്ന ഒരവസ്ഥ. ഞാൻ ഇത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്,
ഞാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ ഇങ്ങനെയായി തീർന്നു. മുഴുവൻ ഈ ലോകത്തിലെ കാര്യങ്ങൾ വെച്ച്. പക്ഷെ വാ മൊത്തം ഇരിക്കുന്നത് യേശുവാ. അവർ പൗലോസിനെ നോക്കിയപ്പോൾ അവർ പറഞ്ഞു, പൗലോസിലൂടെ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണോ എന്ന് ചോദിച്ചു. 2 കൊരിന്ത്യർ 13:3 നമ്മൾ ഇന്നലെ വായിച്ചതാണ്. പൗലോസിലൂടെ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ ദാസനാണെങ്കിൽ ഈ വലിയ പരാജയം എങ്ങനെയാ? ഏത് പരാജയം? 2 കൊരിന്ത്യർ 4 നമ്മൾ കണ്ടല്ലോ. എല്ലാ വശത്തു നിന്നും ഹാർഡ് പ്രസ്ഡ് ഫ്രം എവറി സൈഡ്. ഓരോ രീതികളിൽ പ്ലാൻ ഉണ്ടാക്കുന്നു, പ്ലാൻ നടക്കുന്നില്ല. ശരീരത്തിൽ രോഗമായി കാണപ്പെടുന്നു. അവര് പറയുന്നു, പൗലോസ് എന്നുള്ളത് ഒരു റൈറ്റ് അപ്പോസ്റ്റൽ അല്ല. ഞങ്ങളെ നോക്ക്, ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നു, ഇറ്റ് ഈസ് ഗോയിങ് വെൽ വിത്ത് അസ്. പ്രിയ ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ അത് കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. യേശുവിനെ പ്രസംഗിക്കുന്നു, പക്ഷെ യേശു നിമിത്തം ഈ ലോകത്തിൽ കിട്ടിയ നേട്ടങ്ങൾ മുൻനിർത്തി പറയുമ്പോൾ പൗലോസ് അതിനെ വിളിക്കുന്നത് ഇത് മറ്റൊരു യേശുവാണ്. യേശുവിനെ പ്രസംഗിക്കുന്നവരുടെ ജീവിത ശൈലിയിൽ ആ യേശുവിന്റെ സ്വഭാവം വെളിപ്പെടണം. അതുകൊണ്ടാ ഫിലിപ്പിയ ലേഖനം 3:10 പൗലോസ് പറയുന്നത്, ഐ വാണ്ട് ടു നോ ക്രൈസ്റ്റ്. എനിക്ക് യേശുവിനെ അറിയണം. എങ്ങനെ? അവന്റെ മരണത്തിൽ എനിക്കൊരു പങ്കാളിത്തം വേണം, കഷ്ടതയിൽ എനിക്കൊരു കൂട്ടായ്മ വേണം. അതെന്റെ ജീവിതത്തെ ഷേപ്പ് ചെയ്യണം. രണ്ടാമത് നമ്മൾ ചിന്തിച്ചു, അവിടെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും. പെട്ടെന്ന് വായിക്കുമ്പോൾ നമ്മൾ ഓർക്കും, ഇനിയും വിശ്വാസികളുടെ അകത്ത് ദുരാത്മാവ് കയറുമോ, അതിന് ഇടം കൊടുത്താൽ കയറുന്നതിനെ കുറിച്ചായിരിക്കും പറയുന്നത്. ഇവിടെ പറയുന്നത് ദുരാത്മാവിനെ കുറിച്ചല്ല, കാഴ്ചപ്പാടിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം. ഇന്നലെ ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ. പൗലോസ് അതിന്റെ 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, 2 കൊരിന്ത്യർ ലേഖനം 12-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, തീത്തോസും ഞാനും ഒരേ ആത്മാവിലാണ് നടന്നത്. പക്ഷെ ഈ കൂട്ടർ, ഈ വേറെ യേശുവിനെ പ്രസംഗിക്കുന്നവർ, അവർക്ക് വേറൊരു കാഴ്ചപ്പാടാണ്. അവരെന്താ കാഴ്ചപ്പാടെന്ന് ചോദിച്ചാൽ, പ്രൈമറി ആയിട്ട് ദ്രവ്യാഗ്രഹത്താൽ ഡ്രിവൺ ആണ്. പൈസ വേണം, വേദികൾ വാങ്ങിക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു. ഇന്നലെ ഞാൻ അനേകം വാക്യങ്ങൾ കാണിച്ചു, അതിലേക്ക് ഇന്ന് കൂടുതലായി പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോ ഒന്നാമത്, യേശുവിന്റെ ജീവിത ശൈലി ഇല്ലാത്തൊരു കൂട്ടം അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. കാഴ്ചപ്പാട് മാറുന്നു, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു അവസ്ഥ. മൂന്നാമത്, ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും. അന്ത്യകാലത്തിന്റെ ഒരു പ്രധാന സൈനാണിത്. മറ്റൊരു സുവിശേഷം പ്രസംഗിക്കപ്പെടും. എവിടെ? ദൈവസഭകളുടെ അകത്ത്. എവിടെ? നമ്മളൊക്കെ ക്രമീകരിക്കുന്ന കോൺഫറൻസിലും കൺവെൻഷനിലും ഫാസ്റ്റിംഗ് പ്രയറിലും ഡിസേൺമെന്റ് ഇല്ലെങ്കിൽ, വിവേചനപരമില്ലെങ്കിൽ, നമ്മൾ പോലും അറിയാതെ. അതുകൊണ്ടല്ലേ പൗലോസ് പറയുന്നത്, സർപ്പം ഹവ്വായെ ഉപായത്താൽ. മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല. നിന്റെ കണ്ണു തുറക്കും, നീ ദൈവത്തെ പോലെ ആകും. ഭയങ്കര അപ്പീലിംഗ് ആയിട്ട് തോന്നും. പക്ഷേ അവസാനം വിശ്വാസ കപ്പൽ തകർന്നവരായി കാണപ്പെടും. ഈ കൊരിന്തിലെ മാത്രം പ്രശ്നമല്ലായിരുന്നു മറ്റൊരു സുവിശേഷം എന്നുള്ളത്. ഇന്നലെ നമ്മള് ക്ലാസ് തീർന്നപ്പോൾ ആ വാക്യം വായിച്ചാണല്ലോ അവസാനിപ്പിച്ചത്. ഗലാത്യ ലേഖനം 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിലും നമ്മൾ കാണുന്നു. അത് ഇന്ന് നമ്മൾക്ക് ദൈവകൃപയാൽ ഒന്ന് മനസ്സിലാക്കണം. ഈ മറ്റൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? ഫോൾസ് ഗോസ്പലിനെ എങ്ങനെ തിരിച്ചറിയാം? ഗലാത്യ ലേഖനം 1-6-7 വാക്യത്തിൽ, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ, അവിടെയും പറയുന്നു, വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മളും ആശ്ചര്യപ്പെടണം. കാരണം ഗലാത്യ സഭ പോലൊരു സഭ പൗലോസ് സ്ഥാപിച്ച, അഭിഷേകത്തിൽ നിറയപ്പെട്ട, ഗലാത്യ ലേഖനം 3-4 വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും കണ്ട, അപ്പോസ്തലനായ പൗലോസിലൂടെ വചനം കേട്ട, 3-1 വാക്യം വായിച്ചാൽ, ക്രൂശിതനായ യേശുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിച്ചിട്ടുണ്ടല്ലോ. ശുശ്രൂഷകൾ, പൗലോസിന്റെ വചനം എന്തായിരുന്നെന്ന് ചോദിച്ചാൽ, ക്രൂശിനെ വരച്ചു കാണിച്ച പ്രസംഗങ്ങൾ. വാസ്തവത്തിൽ അതിന്റെ മൂലപദമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്, പൗലോസിന്റെ പ്രസംഗത്തിലൂടെ അവർ അവിടെ ദൃക്സാക്ഷികളായതുപോലെ കണ്ടു. അവർക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ക്രൂശിതനായ യേശുവിന്റെ കഷ്ടാനുഭവങ്ങളെ പ്രസംഗത്തിൽ പ്രദർശിപ്പിച്ചു. ഗലാത്യ ലേഖനം 6 പൗലോസ് പറയുന്നത്, എനിക്ക് പ്രശംസിക്കാൻ ക്രൂശ് മാത്രമേ ഉള്ളൂ. പക്ഷെ വിശ്വാസികൾ മറിഞ്ഞുപോയി വേറൊരു സുവിശേഷത്തിലേക്ക്. ഏതാ വേറൊരു സുവിശേഷം?
ക്രൂശ് ഇല്ലാത്തൊരു സുവിശേഷം, കഷ്ടത ഇല്ലാത്ത ഒരു സുവിശേഷം. യേശുവിന്റെ അടുക്കൽ വരൂ, എല്ലാം നന്നാകാൻ പോകുന്നു. കം ടു ജീസസ്, യുവർ ലൈഫ് വിൽ ഗോ ഫ്രം ഗുഡ് ടു ബെറ്റർ, ബെറ്റർ ടു ഗ്രേറ്റ്. ഇങ്ങനെ ഒരു സുവിശേഷം. പ്രിയ ദൈവമക്കളെ, ഈ കറക്റ്റായ സുവിശേഷത്തെ ലേഖനങ്ങളിൽ വിളിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുവാൻ തുടങ്ങുകയാണ്. കാരണം അന്ത്യനാളിന്റെ ലക്ഷണമായിട്ട് അത് പറയുന്നു. അതെവിടെയാ കാണുന്നതെന്ന് ചോദിച്ചാൽ, സത്യസുവിശേഷത്തെ വിളിക്കുന്ന ഒരു പദം 2 തിമോത്തിയോസ് 4-ാമത്തെ അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ ശ്രദ്ധിക്കൂ. അവിടെ ഇപ്രകാരമാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്: അവർ പഥ്യോപദേശം, സത്യസുവിശേഷത്തിന്റെ വേറൊരു പേര് കൊടുത്താൽ സത്യസുവിശേഷത്തെ നിർവചിക്കുന്ന ഒരു പ്രയോഗമാണിത്. പഥ്യ ഉപദേശം, സൗണ്ട് ഡോക്ട്രിൻ, ഹെൽതി ഡോക്ട്രിൻ. വാസ്തവത്തിൽ ഈ പദം മൂലഭാഷയിൽ ഈ പദം കാണുന്ന വേഗത്തിൽ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരിടമാണ് ലൂക്കോസ് 15-27 വാക്യത്തിൽ ഈ പഥ്യ ഉപദേശം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗമാണ്. ആ ലൂക്കോസ് 15-27 എന്താണെന്നറിയാമോ? ആ നഷ്ടപ്പെട്ട മകൻ തിരിച്ചു വരുമ്പോൾ നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയത് കൊണ്ട്, ആ സൗഖ്യത്തോടെ എന്നുള്ള പദമാണ് പഥ്യ ഉപദേശം എന്ന് പറഞ്ഞാൽ. സൗഖ്യം വരുത്തുന്ന, ഹെൽത്തിയായി നിൽക്കുവാൻ സഹായിക്കുന്ന. ആത്മീക ജീവിതത്തിൽ നമ്മൾ എല്ലാവരും സ്റ്റെപ്പ് എടുത്തു. നാട്ടുകാരെ പലരെയും വിട്ടു, വീട്ടുകാരെ പലരെയും വിട്ടു, നാട് വിട്ടു, വീട് വിട്ടു, നാമധേയ കൂട്ടം വിട്ട് രക്ഷിക്കപ്പെട്ടു, വിശ്വാസ സ്നാനം സ്വീകരിച്ചു, ദൈവസഭകളിൽ വന്നു. ഇനി ആവശ്യം, ഒരു കൊച്ചു കുഞ്ഞ് ജനിക്കുമ്പോൾ മാതാപിതാക്കൾ വളരെ കെയർഫുള്ളായി അവർ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ ബ്രാൻഡ് നോക്കുന്നു, സമയാസമയങ്ങളിൽ ഭക്ഷണം കൊടുക്കുന്നു, കുഞ്ഞിന്റെ ആരോഗ്യം മുൻനിർത്തി പരിപോഷിപ്പിക്കുന്നത് പോലെ. പൗലോസ് പറയുക, പഥ്യ ഉപദേശം വിടുന്ന ഒരു സമയം വരും. നോക്കൂ, ആ 4-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം, 2 കൊരിന്ത്യർ 4:3. പഥ്യോപദേശം വിടുക എന്ന് പറഞ്ഞാൽ സത്യസുവിശേഷം വിടും, ആൾക്കാർ മറിഞ്ഞു പോകും. പഥ്യോപദേശം പൊറുക്കാതെ കർണരസകരമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം, ആ ഓരോ വാക്കുകളും നമ്മൾ എടുത്തിന്ന് ചിന്തിക്കും. ആദ്യം ഞാനൊന്ന് വായിക്കാം. സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ. തന്റെ അടുത്തൊരു വാക്ക് കിട്ടുന്നു, കറക്റ്റായ സുവിശേഷം, യഥാർത്ഥ സുവിശേഷത്തെ നിർവചിക്കുന്ന 2 പദപ്രയോഗങ്ങൾ ഈ വാക്യത്തിൽ തന്നെ കാണുന്നു. 1 പഥ്യോപദേശം, 2 സത്യം. സത്യത്തെ വിടും, പഥ്യോപദേശത്തെ പൊറുക്കത്തില്ല, സത്യത്തിന് ചെവി കൊടുക്കത്തുമില്ല. സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന, അടുത്ത വാക്ക്, കാലം വരും. There will come a time. അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്, എക്സ്പ്ലിസിറ്റ് ലക്ഷണമാണ്. ലാസ്റ്റ് ഡേയ്സിൽ, ഞാൻ കഴിഞ്ഞ ദിവസമല്ലോ ഓർപ്പിച്ച പോലെ, ജനല് തുറന്ന് പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റമോ ന്യൂസ് പേപ്പറിലൂടെ സിറിയയിലോ റഷ്യയിലോ നടക്കുന്ന മാറ്റം കണ്ടോളൂ. അതോടൊപ്പം സഭയ്ക്കകത്ത് ഇങ്ങനൊരു കാലം വരും. പഥ്യോപദേശം വേണ്ട, സത്യം ചെവി കൊടുക്കത്തില്ല. ഇത് 2 കൊരിന്ത്യർ 2 തിമോത്തിയോസ് 4:3-4 മാത്രമല്ല, ഇതായിരുന്നു പാസ്റ്ററൽ എപ്പിസോഡ്സിലെ പ്രധാന ഇഷ്യൂവായി. സഭയ്ക്കകത്ത് അങ്ങനെ ഒരു വെറുപ്പ് തോന്നുന്നു കറക്റ്റായ സുവിശേഷത്തോടെ. നോക്കൂ, 1 തിമോത്തിയോസ് 1:10 1 തിമോത്തിയോസ് 1:10 ഒരു പദപ്രയോഗം, പഥ്യോപദേശത്തിന് വിപരീതമായ എന്നൊരു പദപ്രയോഗം. എവിടെ ഇതൊക്കെ നടക്കുന്നത്? ഇത് എഫെസസിലെ സഭയ്ക്കകത്താണ് നടക്കുന്നത്. പൗലോസ് ഇതിന് മുമ്പുള്ള വാക്യങ്ങളിൽ പറയുന്ന, തിമോത്തിയോസേ, യു മസ്റ്റ് സ്റ്റേ ദേർ. എഫെസസിൽ താമസിച്ച് ഇങ്ങനെ ഈ പഥ്യോപദേശത്തിന് വിപരീതമായി പഠിപ്പിക്കുന്നവരുടെ വാ നീ അടയ്ക്കണം. ഇതിന്റെ ഒരു വലിയ അടുത്ത ലെവലാണ് ലാസ്റ്റ് ഡേയ്സിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഫ്യൂച്ചർ ടെൻസിൽ there will be a time. അപ്പോൾ തന്നെ ഉണ്ട്. അന്നത്തെ എഫെസസ് സഭയിൽ തിമോത്തിയോസിന്റെ മെയിൻ ആയിട്ടുള്ള അസൈൻമെന്റ് ഇതിനെ തിരിച്ചറിഞ്ഞു കൊടുക്കണം. ഇന്നത്തെ കാലയളവിൽ നമ്മൾ എത്രമാത്രം ഇതിനെക്കുറിച്ച് സംസാരിക്കണം, ചിന്തിക്കണം, പ്രസംഗിക്കണം, പഠിപ്പിക്കണം. പഥ്യോപദേശമാണോ ഈ കേൾക്കുന്നത്?
1 തിമോഥെയോസ് 6:3 ശ്രദ്ധിക്കൂ. നിറഞ്ഞു നിൽക്കുന്നു ഈ ലേഖനങ്ങളിൽ. 1 തിമോഥെയോസ് 6:3 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ, കണ്ടോ, അന്നേ ഉണ്ട്, കൂടുന്നു, ഈ കാലഘട്ടത്തിൽ കൂടിയിരിക്കുന്നു. 2 തിമോഥെയോസ് 1-13 വാക്യം കൂടെ നോക്കൂ. 2 തിമോഥെയോസ് 1:13 എന്നോട് കേട്ട പത്യവചനം. പ്രിയ ദൈവമക്കളെ, ഈ പത്യവചനത്തെ പറ്റിയുള്ള എന്റെ ഒന്നാമത്തെ ഒബ്സർവേഷൻ ഞാൻ നിങ്ങളോട് പറയാം. അത് ഒരു പരിധി വരെ ഈ സത്യസുവിശേഷത്തെ മനസ്സിലാക്കാനും സാധിക്കും. പത്യ ഉപദേശം, ട്രൂത്ത്, സത്യം. ഞാൻ ആ 4:3 കാണുന്നത് എന്താണെന്നറിയാം? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. പത്യ ഉപദേശം കേൾക്കുവാൻ നല്ല ഇമ്പമുള്ളതായിരിക്കുമോ അല്ലയോ? 4:3 ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ തന്നെ ഉത്തരം എഴുതിയിട്ടുണ്ട്. ഒരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. നോക്കൂ, 4:3 അവർ പത്യോപദേശം പൊറുക്കാതെ, അടുത്ത വാക്കെന്താ? പത്യോപദേശം വേണ്ട, പിന്നെന്തോ വേണ്ടിയത്? പത്യോപദേശം പൊറുക്കാതെ കർണരസകരമാകുമാർ. നമ്മുടെ സഭകളിലും നമ്മുടെ പൊതുവേദികളും മുഴങ്ങുന്നത് കർണരസകരമായിട്ടുള്ളതാണോ? സൗഖ്യത്തിനെ മുൻനിർത്തി നമ്മുടെ ആത്മീക മനുഷ്യന്റെ മേന്മയെ കണ്ടുകൊണ്ട്, വളർച്ചയെ കണ്ടുകൊണ്ട്, ക്രിസ്തു എന്ന തലയോളം വിശ്വാസികൾ വളരണം, അതിനുതകുന്ന ഉപദേശങ്ങളും സത്യവുമാണോ പറയുന്നത്? അതോ ഈ പറയുന്നത് പോലെ അടുത്ത വാക്കിൽ തന്നെ കർണരസകരമായതിലേക്ക് തിരിയുക? കാരണം എന്താണെന്നറിയാമോ? ഞാൻ ഈ വാക്യങ്ങളിൽ കാണുന്നേ, പത്യോപദേശം എവിടെ ഉണ്ടോ അവിടെ എന്തോ ഉണ്ടെന്നറിയാമോ? 3 കാര്യങ്ങൾ അവിടെ ഉണ്ടാകും. 2-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. പത്യോപദേശവും സത്യവും ഉള്ളിടത്ത് 3 കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നോക്കൂ, ആ 4-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. ശാസന ഉണ്ടാകും, തർജ്ജനം ഉണ്ടാകും, പ്രബോധിപ്പിക്കൽ ഉണ്ടാകും. ഈ 3 കാര്യങ്ങൾ ഉണ്ടാകും. എന്തുകൊണ്ടാണെന്നറിയാമോ ഈ സത്യസുവിശേഷത്തെ ആൾക്കാർ വിടുന്നത്? പത്യോപദേശത്തെ വിടുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? സത്യത്തെ വിടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കൊരിന്ത് സഭയിൽ മറ്റൊരു സുവിശേഷം കയറി വന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? പോപ്പുലർ ആകാൻ ഒക്കത്തില്ല, പോപ്പുലാരിറ്റി കിട്ടത്തില്ല, കേൾക്കുന്നവർക്ക് വലിയ ഇമ്പകരമായി തോന്നത്തില്ല. കുറച്ചുകൂടെ പറഞ്ഞാൽ, ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ, ലൈവ് പൊക്കോണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ആമേൻ പറയാൻ ഒന്നുമില്ല. കാരണം ആമേൻ ആമേൻ ടൈപ്പ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും വേണ്ടേ? എന്തെങ്കിലും സന്തോഷിപ്പിക്കണ്ടേ? ഒന്നുമില്ല. പത്യോപദേശത്തിന്റെ ഒരു പ്രത്യേകതയാണിത്. അങ്ങനല്ലേ? തർജ്ജനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ശാസിക്കുമ്പോൾ ആരെങ്കിലും ആമേൻ ആമേൻ അടിക്കാൻ സാധ്യത കുറവാണ് എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു നോക്ക്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ചിലർ ഇന്ന് കേറാനുള്ള സാധ്യതയില്ലായിരുന്നു, പക്ഷെ ഈ നിമിഷം ഈ ദൂത് കേൾക്കാൻ വേണ്ടി നിങ്ങളെ ആമേൻ ആമേൻ ആമേൻ. പക്ഷെ പത്യോപദേശം ആരോഗ്യം വരുത്തുന്ന, സൗഖ്യം വരുത്തുന്ന കാര്യം പറയുമ്പോൾ എക്സിറ്റ് ആകും. കാരണം ഇത് കേൾക്കാൻ വലിയ, മനസ്സിലായോ? ഈ അന്ത്യ കാലഘട്ടത്തിൽ ഇത് കൂടുമെന്ന് പറഞ്ഞാൽ പുൾപിറ്റിൽ നിന്ന് തർജ്ജനം, ശാസന, പ്രബോധിപ്പിക്കുന്നത് കേൾക്കുവാനുള്ള സാധ്യത അങ്ങ് കുറയും. അത് കേൾക്കുമ്പോഴേ ഓർക്കണം, അത് കാണുമ്പോഴേ ഓർക്കണം, ഇത് അന്ത്യകാലമായി. വിരളയിൽ എണ്ണാവുന്നവർ വന്ന് ചിലത് പറയുന്നു, മറ്റ് ഫുൾ ഈ വിരളയിൽ എണ്ണാവുന്നവർ എന്ന് പറയുമ്പോ ദൈവം എക്കാലത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടി ദൈവത്തിന്റെ സാക്ഷികളായി നിർമ്മല വചനം പ്രസംഗിക്കുന്ന അനേകർ കേരളത്തിലുണ്ട്. പലപ്പോഴും നമ്മൾ അവരെ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. അവർ മീഡിയയിൽ വരുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം വലിയ പോപ്പുലർ ആകത്തില്ല. പോപ്പുലർ സന്ദേശങ്ങൾ പറയുമ്പോൾ മനുഷ്യരെ അങ്ങ് ആവേശഭരിതരാക്കുമ്പോഴാണ് പലപ്പോഴും ഈ പോപ്പുലാരിറ്റി കൂടുന്നത്. അപ്പോൾ നോക്കിക്കേ, ഈ 3 കാര്യം ഞാൻ പറഞ്ഞില്ലേ? തർജ്ജനം അവിടെ ഉണ്ടാകും, ആ സഭയിൽ ശാസന ഉണ്ടാകും. ഇന്നത്തെ വല്ല സഭയിൽ ശാസന നടക്കുമോ? ശാസന വല്ലതും നടന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം പോട്ടെ, അന്നത്തെ ഞായറാഴ്ച കഴിഞ്ഞ് തന്നെ അവിടെ വെയിറ്റ് ചെയ്യും. പാസ്റ്ററെ, ഞങ്ങളെ കുത്തിയാണ് ഇന്ന് പ്രസംഗിച്ചത്, പാസ്റ്റർ അതിന് മാപ്പ് പറയണം. ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് കേട്ടോ. പാസ്റ്റർ മാപ്പ് പറയണം, അല്ലെങ്കിൽ ഞങ്ങൾ സഭ വിട്ടുകളയും. ഈ സഭ വിട്ടു പോകുന്നവരെ സ്വീകരിക്കാൻ വേണ്ടി വാതിൽ തുറന്ന് അടുത്ത ആൾക്കാരിരിക്കുക, ഇങ്ങോട്ട് പോരെ.
അപ്പൊ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ, അങ്ങനെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന അന്തരീക്ഷത്തിൽ സാധാരണഗതിയിൽ ആൾക്കാർ നോക്കുന്നത് ഇതൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വേണേ മലയാളത്തിൽ പറയുന്ന പോലെ ഇല്ലേ പോകുന്ന വഴിയെ അടിക്കുക. ഇത് വേണ്ട എങ്കിൽ വേണ്ട, ഒരു എൻകറേജിങ് മെസ്സേജ് അങ്ങ് പറയുക. അന്ത്യകാലത്തിന്റെ ഒരു ലക്ഷണമാകുന്നു. 2 തിമോഥെയോസ് 3:16 ഇതേ കാര്യമല്ലേ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മോട്ടിവേഷനും എന്റർടൈൻമെന്റും ആണോ? ആവേശഭരിതരാക്കുകയും ത്രസിപ്പിക്കുകയും ചെയ്യുന്നതാണോ ശുശ്രൂഷയിൽ നടക്കേണ്ടത്? 2 തിമോഥെയോസ് 3:16-17 എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസികമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ളവനാകണം, സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവരാകേണ്ടതിന്. നമ്മുടെ സഭകളിൽ തികവുള്ള അനുഭവത്തിലേക്ക് വരണമെങ്കിൽ എന്തോ വേണം? അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. തിരുവചനത്തിന്റെ പ്രധാന ഉദ്ദേശം അതാ. അതിനകത്ത് റെബ്യൂക്ക് വേണം, അതിനകത്ത് ശാസനം, ഗുണീകരണം. പക്ഷേ ഇങ്ങനൊരു കാലഘട്ടം വരും, ഇത് പറയാനൊക്കത്തില്ല. ശാസിക്കാനോ തർജ്ജനം ചെയ്യാനോ പ്രബോധിപ്പിക്കാനോ ഒക്കാത്തൊരു കാലം വരും. അത് മനുഷ്യർ വെറുക്കുന്ന ഒരു സമയം വരും. ഇദ്ദേഹത്തിന് ഇതേ ഉള്ളോ പറയാൻ? ഇദ്ദേഹത്തിന് എന്തായാലും ആരെയെങ്കിലും ദേഷ്യപ്പെട്ടത് കൊണ്ടാണോ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്? പറയുന്നവരെ ഇടിച്ച് വ്യക്തി ഹത്യ ചെയ്ത് കളയും. അങ്ങനെ ഒരു കാലം വരുമ്പോൾ ഓർക്കണം, ദീസ് ആർ ദ ലാസ്റ്റ് ഡേയ്സ്. പൗലോസ് പറഞ്ഞായിരുന്നു ഒരു കാലം വരുന്നു, ആ കാലത്ത് നടക്കുന്നത് ശാസന വെറുക്കുന്ന ഒരു കാലം. അവിടെ വേറൊരു സുവിശേഷം പ്രചരിപ്പിക്കപ്പെടും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ അപ്പം വേറൊരു സുവിശേഷം? കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം, ആനന്ദം, എക്സൈറ്റ്മെന്റ്. ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലെ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഈ വേറൊരു സുവിശേഷത്തിന്റെ ലക്ഷണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഒരു കാര്യം ഞാൻ കാണുന്നത് ദുർവ്യാഖ്യാനങ്ങൾ നടക്കും. എന്തിനെന്നറിയാമോ? ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ ഈ ശാസനയും തർജ്ജനവും ഒക്കെ മാറ്റി ദുർവ്യാഖ്യാനങ്ങൾ, വചനത്തിന്റെ ഭാഗങ്ങൾ അടർത്തിയെടുത്തോണ്ടുള്ള ദുർവ്യാഖ്യാനങ്ങൾ. ഒരു എക്സാമ്പിൾ മാത്രം പറയാം. 2 കൊരിന്ത്യർ 8-9 വാക്യം. 2 കൊരിന്ത്യർ 11 നിന്നാണല്ലോ നമ്മളിപ്പോ ഈ തിമോഥെയോസിലേക്ക് വന്നത്. 2 കൊരിന്ത്യർ 8:9 ഒരു നല്ല ഉദാഹരണമായി മറ്റൊരു സുവിശേഷത്തിന്റെ പ്രചാരകരുടെ നാവിലിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യമാണത്. എന്താ വാക്യം എന്നറിയാം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നല്ലോ. ഒരു മണിക്കൂർ പ്രസംഗിക്കാം, ആമേൻ 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 ഹല്ലേലൂയ, ഒഴുകും. ഇരിക്കുന്നവർ ആ ഇരിപ്പിൽ നിന്ന് ആദ്യം ഒരു സാമട്ടിൽ ഇരുന്നു, പക്ഷെ പിന്നെ മുട്ടിന്മേലായി, പിന്നെ ഒന്ന് എഴുന്നേറ്റ് നിന്നാ കൊള്ളാം. കാരണം വാക്യം പറയുന്നു. അത് പ്രഭാഷകന്റെ കലയിലാണ് കുറച്ചു കാര്യങ്ങൾ ഇരിക്കുന്നത്. അത് 2 പ്രാവശ്യം അങ്ങോട്ട് ആവർത്തിച്ച് പറയുമ്പോ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന്, കൈ ഉയർത്തി ഒന്ന് പറഞ്ഞേ, നിങ്ങൾ സമ്പന്നരാകേണ്ടതിന്, കൈ പിടിച്ചോട്ടൊന്ന് പറഞ്ഞേ, നിങ്ങൾ സമ്പന്നരാകേണ്ടതിന്. 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ആവേശമായി, അനക്കമായി ആൾക്കാർ പറയുമ്പോ അന്തരീക്ഷം മാറി. പ്രിയ ദൈവമക്കളെ, ഇത് ക്ലാസിക് എക്സാമ്പിൾ ആണ്, ദുർവ്യാഖ്യാനത്തിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ്. കാരണം എന്താണെന്നറിയോ? കേൾക്കുന്നവരിൽ ആൾക്കാർക്ക് ഒരു പിടിയുമില്ല ഈ വാക്യം എന്തിനെ കുറിച്ചാ. പ്രഭാഷകൻ പറയുന്നു, അത് കേട്ടോണ്ടിരിക്കുന്നു. പക്ഷെ വേറൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ ദുർവ്യാഖ്യാനത്തിലൂടെ ശാസനയില്ല, തർജ്ജനമില്ല, സന്തോഷിപ്പിക്കുക, നീ സമ്പന്നനാകാൻ പോവുക. ഈ അധ്യായത്തിൽ എന്താ പ്രിയ ദൈവമക്കളെ പറയുന്നത്? നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾപ്പാൻ കഴിയുകയില്ല, പക്ഷെ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഈ അധ്യായത്തിന്റെ പശ്ചാത്തലം അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ പൗലോസ് പറയുന്നത് പൈസ കൊടുക്കണം, കളക്ഷൻ. മെക്കഡോനിയക്കാർ, മാസിഡോണിയൻ ചർച്ച് അവരുടെ ദാരിദ്ര്യമായ അവസ്ഥയിൽ പൈസ കൊടുത്തു. ഈ കൊരിന്ത് ആൾക്കാർ എന്തോ പറഞ്ഞെന്നറിയാം? കളക്ഷന് വേണ്ടിയുള്ള കാര്യം വന്നപ്പോ അവരെല്ലാം കൈപൊക്കി, എഴുതിക്കോ, എന്റെ വക 20,000 എഴുതിക്കോ, എന്റെ വക 50,000 എഴുതിക്കോ. സമയമായപ്പോ ഇവര് പറഞ്ഞു, അതേ ഒരു തടസ്സമുണ്ട്, ഇപ്പം കൊറോണ വൈറസ് ഒക്കെ അല്ലേ, അപ്പൊ അന്നങ്ങ് എഴുതിയതാ. പക്ഷെ ഇന്നിപ്പം പൗലോസ് പറയുക, ഞാൻ നിങ്ങളെ കുറിച്ച് അനേകയിടത്ത് പോയി പുകഴ്ത്തി പറഞ്ഞു, നിങ്ങളെ കുറിച്ച് ഞാൻ പുകഴ്ത്തി, നിങ്ങൾ കൊടുക്കുന്നവരാണെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ കൊടുക്കാതിരുന്നാൽ ചെയ്യരുത്.
മക്കതോന്യക്കാരെ മാതൃകയാക്കി നിങ്ങൾ കൊടുക്കണം. ആ പശ്ചാത്തലത്തിൽ പറയുക, യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ എന്താ ഇവിടെ പറയുന്നതെന്നറിയാം? യേശുവിന്റെ മാതൃക നിങ്ങളുടെ ഉള്ളിൽ വരണം. യേശു സമ്പന്നനായിരുന്നു, പക്ഷെ ദരിദ്രനായി നിങ്ങളെ സമ്പന്നനാക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു തത്വം പറയുക, ഇതുപോലെ നിങ്ങൾ വിട്ടുകൊടുക്ക്, നിങ്ങൾ നിങ്ങളുടെ പണം ഷെയർ ചെയ്യൂ. പ്രിൻസിപ്പിൾ ഓഫ് ജനറോസിറ്റിയാ ഈ വാക്യം. അല്ലാതെ ഇത് സമ്പന്നനാകാനുള്ള കുറുക്കുവഴിയല്ല. ഇതെങ്ങനെ അറിയാം പാസ്റ്റർക്ക്? ഇതെങ്ങനെ അറിയാം? ഇതാ ഇവിടെ പറയുന്നതെന്ന് 8-ാമത്തെ അധ്യായം 9-ാമത്തെ അധ്യായം സമയമുള്ളപ്പോ ഒന്ന് വായിച്ചാൽ മതി. ഒരു ഉദാഹരണം എടുത്ത് കാണിച്ചു എന്നുള്ളേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് ഒരു വാക്യം കൂടെ എടുത്താൽ അത് ക്ലിയർ ആകും നിങ്ങളുടെ മനസ്സിൽ. അതുകൊണ്ട് ആ വാക്യം കൂടെ വായിക്കാം. 2 കൊരിന്ത്യർ 6:10 2 അധ്യായം മുമ്പിൽ എഴുതിയിട്ടുണ്ട് ഈ തത്വം പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് പൗലോസ്. ഏത് തത്വം? സമ്പന്നനായിരുന്നിട്ടും ദരിദ്രനായി മറ്റുള്ളവരെ സമ്പന്നരാക്കാൻ എന്നുള്ള യേശുവിന്റെ ജീവിതത്തിന്റെ മാതൃക പ്രാക്ടീസ് ചെയ്യുന്ന ആളാ പൗലോസ്. 2 കൊരിന്ത്യർ 6:10 എന്താ എഴുതിയിരിക്കുന്നത്? ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും. ആഹാ, ആ വാക്ക് ശ്രദ്ധിക്കൂ. ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നർ ആക്കുന്നവർ. തത്വം കണ്ടോ? ആ 8:9 യേശുവിന്റെ ജീവിതത്തിൽ കണ്ട തത്വം. അവൻ ദരിദ്രനായി നിങ്ങളെ സമ്പന്നനാക്കാൻ. അതുപോലെ പൗലോസ് പറയുക, we also became poor to make others rich. മറ്റൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ കറക്റ്റ് വ്യാഖ്യാനത്തോടെ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. ഇതിന്റെ കറക്റ്റ് വ്യാഖ്യാനത്തോടെ എന്തായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ? നമ്മുടെ ആപ്ലിക്കേഷൻ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്കുള്ള സമ്പത്തിനെ കുറച്ച് ഷെയർ ചെയ്യാൻ തയ്യാറാകൂ. ആമേൻ ആമേൻ വരുമോ? ഗ്ലോറി ഗ്ലോറി വരുമോ? നിങ്ങൾ ചിന്തിക്കൂ. യേശുവിനെ മാതൃകയാക്കൂ, പൗലോസിനെ മാതൃകയാക്കൂ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ കൈ കെട്ടി ഒരു ഇരിപ്പിൽ ചിലപ്പോ ഉറങ്ങും. ഈ ഉറക്കവും ഇതൊക്കെ മാറ്റാൻ വേണ്ടി ആവേശത്തിലാക്കി ശാസനയും തർജ്ജനയും. ഇതിനകത്ത് ശാസന വരും. ഇതിനകത്ത് യേശുവിന്റെ മാതൃക ഇല്ലാത്തവരെ പറയും പണക്കൊതി, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂല കാരണമാ. അത് വിട്ടൊന്ന് ഒഴികെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്, ഒരുപാടുള്ളവർ കൊടുക്ക്. ഇത് പറഞ്ഞു കഴിയുമ്പോ ഈ പറയുന്ന ആൾക്കെതിരെയായി പിന്നെ പ്രശ്നം. പുള്ളിക്ക് പൈസ വേണം, അതുകൊണ്ടാ പറയുന്നത്. അതെല്ലാം കൂടി ഒഴിവാക്കി പ്രഭാഷകർ ഉൾപ്പെടെ വേറൊരു വഴി, ആർക്കും പ്രയാസം വേണ്ട, ഇനി നമ്മൾ ഇതെല്ലാം കൂടെ പറഞ്ഞ് എന്തോ സാധിക്കാനാ. അവിടാണ് ഈ കട്ടിങ് എഡ്ജ് പോയത്. ശാസനയില്ല, അവിടാണ് തർജ്ജനമില്ല, പ്രബോധിപ്പിക്കലില്ല, ദുർവ്യാഖ്യാനങ്ങൾ, അടർത്തിയെടുത്ത വാക്യങ്ങൾ. വേറൊരു ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കാണിക്കുന്നത്. ഒന്ന് ദുർവ്യാഖ്യാനമാണ്. ഈ 2-ാമത്തെ ഉദാഹരണം ഞാൻ പറയുന്നത് ദുർവ്യാഖ്യാനമല്ല. എന്തെന്ന് ചോദിച്ചാൽ റോങ് എംഫസിസ്. എഴുതിയെടുക്കുന്നവര് എഴുതിയെടുത്ത് ചിന്തിക്കണം. റോങ് എംഫസിസ് ആ. ശരിക്കും ശ്രദ്ധിക്കേണ്ട, ഊന്നൽ കൊടുക്കേണ്ട സന്ദേശമല്ല ആ ഭാഗത്തു നിന്നും കൊടുക്കുന്നത്. അതിനൊരു ഉദാഹരണം എന്റെ മനസ്സിൽ ഈ ദിവസങ്ങളിൽ അങ്ങ് ടോപ്പ് ഓഫ് ദ ഹെഡിൽ നിൽക്കുന്നതാണ് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യം. അവിടെ എന്താണെന്നറിയാമോ? പത്രോസിന്റെ വലയെ നിറയ്ക്കുന്ന യേശുവാ. അവിടെ നിന്ന് ഒരു പ്രസംഗം ഈ കാലഘട്ടത്തിൽ കേട്ടാൽ അതിന്റെ ഈ ടൈറ്റിൽ, തലക്കെട്ട് എങ്ങനെയായിരിക്കും? ഞാനൊരു 2 തലക്കെട്ട് പറയാം, എന്റെ മനസ്സിൽ വരുന്ന തലക്കെട്ട് പറയാം. 1, ശൂന്യമായ പടകിനെ നിറയ്ക്കുന്ന യേശു. ഭയങ്കര സന്തോഷമാണ്. അത് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ആവേശം വരും. അത് കേട്ട് കഴിഞ്ഞാൽ വിശ്വാസത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്റെ വിശ്വാസം വർദ്ധിച്ചു, പടകിനെ നിറയ്ക്കുന്ന യേശു. ഒരല്പം കൂടെ ആ ലൂക്കോസിന്റെ സുവിശേഷം 5:1 മുതൽ 11 വരെ ഒരു കൂറ് പുലർത്താൻ ആഗ്രഹിക്കുന്നവർ പറയും, അല്ല അങ്ങനെ നമ്മൾ പറയണ്ട. എന്തോ പറയണമെന്ന് ചോദിച്ചാൽ, അനുസരിച്ചാൽ നിനക്ക് വിടുതൽ, അനുസരിച്ചാൽ നീ ദൈവപ്രവൃത്തി കാണും. കാരണം പത്രോസ് ആദ്യം ഒന്ന് പറഞ്ഞു, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, എന്നാൽ അങ്ങയുടെ വാക്കിന്. പ്രിയ ദൈവമക്കളെ, ഈ സത്യ സുവിശേഷം ആ 11 വാക്യങ്ങളിലൂടെ പ്രസംഗിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നറിയാം? എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ, 1-ാമതായി 8-ാമത്തെ വാക്യം വായിക്കണം. അതിനകത്ത് കിടക്കുന്ന വാക്യമാ, അതിനകത്ത് കിടക്കുന്ന ഇമ്പോർട്ടന്റ് വാക്യമാ, പക്ഷെ ആവേശം കൊണ്ടുവരത്തില്ല. എന്താണെന്നറിയാമോ? ഈ പടക് നിറഞ്ഞ് വല പൊട്ടാറായപ്പോ 8-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറയാ, ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു,
കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ. അത്ഭുതത്തിന്റെ ഉദ്ദേശം അവിടെ എഴുതിയിട്ടുണ്ട്. യേശു ആരാണെന്ന് മനസ്സിലായി. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയായിരുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പ്രതികരണം എന്തായിരുന്നേനെ? ഇന്ന് കേൾക്കുന്ന സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെ എന്ന് പറഞ്ഞേനെ, യേശുവേ നാളെയും കൂടെ വരണേ, ഇതുപോലൊരു അനുഗ്രഹം, ഇതുപോലൊരു സമൃദ്ധി ഞങ്ങൾ കണ്ടിട്ടില്ല, യേശുവിനെ പോലെ മഹാൻ വേറെ ആരുമില്ല, നാളെയും വരണം. ഇന്നത്തെ പുൾപിറ്റിന് ഒരു അല്പം മീന്റെ മണമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നാളെ നല്ല പെർഫ്യൂം ഒക്കെ അടിച്ച് 1 അല്ല 2 3 പുൾപിറ്റുകൾ ഞാൻ തയ്യാറാക്കും. ഇതൊരു ഡീലാക്കി നമുക്ക് മാറ്റാം. അടുത്ത ദിവസവും വന്നാൽ തന്നെ ഇന്ന് എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിക്കേണ്ട വന്നു, വാടകയ്ക്ക് എടുക്കേണ്ട വന്നു, പക്ഷെ ഞാൻ കുറച്ചുകൂടെ ബോട്ടുകൾ വാങ്ങിക്കാം, കുറച്ചുകൂടെ നെറ്റ്സ് വാങ്ങിക്കാം. ഇതല്ലേ ഇന്ന് കേൾക്കുന്നത്? വർദ്ധിപ്പിക്കുന്നു, നിന്നെ വർദ്ധിപ്പിക്കും. പക്ഷെ അവിടെ എന്താ പത്രോസ് പറയുന്നത്? ഇങ്ങോട്ട് വരല്ലേ, ഇങ്ങോട്ട് വരരുതേ, എന്നെ വിട്ടുപോകണമേ. ഇതേത് സുവിശേഷമാ? ഇതേത് സുവിശേഷമാന്ന് ചോദിച്ചാൽ യേശു പറഞ്ഞത് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. ഈ ലോകത്തിന്റെ ചിന്തകളിൽ നിന്ന് തിരിഞ്ഞുകൊണ്ട് വേണം യേശുവിന്റെ അടുക്കൽ വരുവാൻ. ഒരു ലാഭ കച്ചവടത്തിന് വേണ്ടിയല്ല വരേണ്ടത്. യേശു ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു മാനസാന്തരത്തിലൂടെ ദൈവരാജ്യവും സുവിശേഷത്തിന്റെ ശക്തിയും അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. എന്തുമാത്രം അകന്നുപോയി ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷകൾ, വചന ശുശ്രൂഷകൾ. എംഫസിസ് മൊത്തം ഇരിക്കുന്നത് ശാസനയല്ല, തർജ്ജനമല്ല, ഗുണീകരണമല്ല, ക്രിസ്തുവെന്ന തലയോളം വളരണമെന്നുള്ളതല്ല. എന്ത് ഈ ലോകത്തിൽ കിട്ടും? പടക് കിട്ടുമോ? വല കിട്ടുമോ? കീറാറാക്കുമോ? ഞാൻ സാക്ഷ്യം പറയാം, യേശു നല്ലവനായിരുന്നു. ഇങ്ങനൊരു ശൈലിയാ. ഈ പാസേജിന്റെ ലൂക്കോസ് 5:1 മുതൽ 11 വരെന്റെ ക്ലൈമാക്സ് എന്താണെന്നറിയാമോ? ക്ലൈമാക്സ് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പൊ സൂം മീറ്റിംഗ് ആണെങ്കിൽ ലെഫ്റ്റ് എന്ന് മേളിൽ എഴുതി വരും എന്ന് പറഞ്ഞാൽ ആളിറങ്ങി. ജോയിന്റ് അല്ല, ഇറങ്ങി. പടക് നിറയ്ക്കുന്നതാണെങ്കിൽ ജോയിന്റ്. കാരണം പെട്ടെന്ന് ആരെങ്കിലും അങ്ങോട്ട് മെസ്സേജ് അയക്കും, ബാബാ കേറ്, ഭയങ്കര ദൂത. ഈ 5:11 വായിച്ചാൽ ലെഫ്റ്റ്. എന്താ 5:11? പിന്നെ അവർ പടകുകളെ കരക്കടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. ഒരു പ്രസംഗത്തിന്റെ ടൈറ്റില് സകലവും വിട്ട് അനുഗമിക്കുക. അതിനാരെങ്കിലും ഷെയർ ചെയ്യുമോ? അതിനാരെങ്കിലും ലൈക്ക് അടിക്കുമോ? ചിന്തിക്കൂ. അതിലാരെങ്കിലും ആവേശഭരിതരായി ഇളകി മറിയുമോ? പൗലോസ് പറയുക, അന്ത്യകാലഘട്ടത്തിൽ ഇങ്ങനൊരു സമയം വരും. ശാസനയില്ലാത്ത, തർജ്ജനമില്ലാത്ത, പ്രബോധനമില്ലാത്ത മനുഷ്യന്റെ മേന്മ മാത്രം വഴിയൊരുക്കുന്ന യേശു, കണ്ണുനീർ തുടയ്ക്കുന്ന യേശു, ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനിയും കാണത്തില്ല, നിന്നെ തലയാക്കാൻ പോകുന്ന യേശു, മറ്റുള്ളവർ പട്ടിണി കിടന്നാലും നിന്റെ മുമ്പിൽ ആഹാരം കൊണ്ടുവരുന്ന യേശു. എല്ലാമേനാമേന. പക്ഷെ നഷ്ടപ്പെടുന്ന എന്താന്ന് ചോദിച്ചാൽ തർജ്ജനമില്ല, ശാസനയില്ല, കോസ്റ്റിനെ കുറിച്ച് പറയുന്നില്ല. അന്ത്യകാലഘട്ടത്തിന്റെ ലക്ഷണമാകുന്നു. മത്തായിയുടെ സുവിശേഷം 26:6 വാക്യത്തിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അത് ഭാവന കാണുകയായിരുന്നു. ഈ വേറൊരു സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ കയ്യിൽ ആ സംഭവം കിട്ടിയാൽ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്ന്. മത്തായിയുടെ സുവിശേഷം 26:6 യേശു ബഥാനിയയിൽ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞൊരു വെങ്കൽ ഭരണി എടുത്തും കൊണ്ട് അവിടെ വന്നു. ഇന്നത്തെ ആൾക്കാരുടെ കയ്യിൽ ഇത് കിട്ടിയാൽ എന്തോ പറയുമെന്നറിയാമോ? ശാസനയും ഗുണീകരണവും ഒക്കെ പോട്ടെ, പറഞ്ഞു വെക്കുന്ന ഇതായിരിക്കും, ഇങ്ങനൊരു ആക്ട് നിമിത്തം അവൾ പ്രസിദ്ധയായി. യേശു പറഞ്ഞു 13 വാക്യത്തിൽ, ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവൾക്ക് ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും. യേശു കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ നിന്നെ മാനിക്കും, നിന്റെ പേർ വലുത്. ഇതാ പറയുന്നത്. എന്തിയെ ശാസന, എന്തിയെ തർജ്ജനം? വാസ്തവത്തിൽ അവിടെ 13 വാക്യം എങ്ങനെയാ നമ്മൾ മനസ്സിലാക്കേണ്ടത്? 13 വാക്യം ശ്രദ്ധിക്കൂ. യേശു പറയുന്നത് ലോകത്തിലെങ്ങും ഈ സുവിശേഷം, ഏത് സുവിശേഷം? സത്യസുവിശേഷം. അതിന് എംഫസിസ് എവിടെ ഇരിക്കേണ്ടത്? ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും. എന്തുകൊണ്ടാ? സത്യസുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് ഈ ഒരു സംഭവം ഓർക്കണമെന്ന് പറയുന്നത് എന്താണെന്നറിയാം? സത്യസുവിശേഷം ഒരാളിൽ വരുത്തേണ്ട മാറ്റം ഇതാ. പിടിച്ചു കൂട്ടാനുള്ള ആഗ്രഹമല്ല വരേണ്ടത്, പൊട്ടിച്ച് ഒഴിക്കുവാൻ, അങ്ങനെ ഒന്ന് ആരാധിക്കുവാൻ,
സ്വാർത്ഥതയിൽ നിന്ന് വെളി വരുവാൻ, സ്വന്തമായ ഇഷ്ടങ്ങളിൽ നിന്നും ഒരുപാട് നാള് കൂട്ടിവെച്ച സമ്പത്തുകൾ ഒന്ന് വിട്ടൊന്ന് ആരാധിക്കുവാൻ, സ്വാർത്ഥതയിൽ നിന്ന് വെളി വരുവാൻ, ലോക സ്നേഹത്തിൽ നിന്ന് വെളി വരുവാൻ, ജഡീക ചിന്തയിൽ നിന്ന് വെളി വരുവാൻ സത്യസുവിശേഷം സഹായിക്കും. അതുകൊണ്ടാണ് പറയുന്നത് സുവിശേഷത്തിന് ഈ സംഭവവുമായി ബന്ധമുണ്ടെന്ന്. പക്ഷെ ഇന്ന് പറഞ്ഞു വെക്കുമ്പോ പറയും, ഈ പറയുന്ന വെങ്കൽ ഭരണി പൊട്ടിച്ചാൽ വെങ്കൽ ഭരണിയുടെ ഒരു കമ്പനി തന്നെ നിനക്ക് തരുന്ന യേശു. ഇതാ ഈ കള്ള സുവിശേഷം എന്ന് പറഞ്ഞാൽ. വെങ്കൽ ഭരണി ഒന്ന് പൊട്ടിച്ചോ, വെങ്കൽ ഭരണിയുടെ ഹോൾസെയിൽ ബിസിനസ് ഡീലർ നിന്നെ ആക്കും. അപ്പോൾ അവിടെ ആമേൻ വരും, അവിടെ ഗ്ലോറി വരും, അവിടെ ഷെയർ വരും, അവിടെ വിശ്വാസമാവും. പക്ഷെ ചിന്തിക്കേണ്ടത് ഇത് എന്ത് വിശ്വാസമാണ്? നോക്കിയേ ഈ ലക്ഷണം പറയുക. ഒന്നാമത്, ശാസന, തർജനം, പ്രബോധനം ഒന്നും ഇല്ലാത്തൊരവസ്ഥ. എന്താ വേണ്ടിയെന്ന് ചോദിച്ചാൽ മോട്ടിവേഷനാ വേണ്ടിയത്. ദുർവ്യാഖ്യാനങ്ങൾ നിമിത്തം മോട്ടിവേഷൻ ചെയ്യും. റോങ് എംഫസിസ്, ആ ഒരു ടെക്സ്റ്റിന്റെ സന്ദേശം അതല്ല. എല്ലാം വിട്ട ദിവസത്തെ നോക്കി, എല്ലാം വിട്ട പത്രോസിനെ പറയാതെ പടക് നിറയ്ക്കുന്ന പത്രോസിനെ മാത്രം പറയുന്നു. വെങ്കൽ ഭരണി അത് സുവിശേഷവുമായി, സുവിശേഷത്തിന്റെ അസൽ അർത്ഥമായത് ത്യാഗം, അത് പറയാതെ വെങ്കൽ ഭരണി കൂട്ടുന്ന യേശു, മാന്യത ഉണ്ടാക്കുന്ന യേശുവിനെ കുറിച്ച് പറയുന്നു. വേറൊരു ലക്ഷണം എന്താണെന്നറിയാമോ ഈ വാക്യത്തിൽ കാണുന്നത്? സന്തോഷിപ്പിക്കുന്ന ദൂത് വേണം. അപ്പോൾ തന്നെ ഒരു പ്രധാന കാര്യമുണ്ട്. രണ്ടാമത്തെ വാക്യം, 2 തിമോഥെയോസ് 4-ാം അധ്യായം 2-ാം വാക്യം നോക്കിയേ. അവിടെ ഒരു പദം നിങ്ങൾ ശ്രദ്ധിക്കണം. സകല ദീർഘക്ഷമയോടും, അടുത്ത വാക്യം എന്താ? സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ. പൗലോസ് തിമോഥെയോസിനോട് പറയുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അപ്പൊ സത്യസുവിശേഷത്തിൽ എന്തോ ഉണ്ടെന്നറിയാമോ? ഉപദേശമുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് പറയുന്നത്, അവർ പഥ്യ ഉപദേശം പൊറുക്കാതെ. അപ്പൊ എന്ത് അന്ത്യകാലത്തിന്റെ ലക്ഷണം എന്താ? ഒന്ന്, എന്നെ കേന്ദ്രീകരിക്കുന്ന സന്ദേശങ്ങൾ, ദുർവ്യാഖ്യാനങ്ങൾ കൊണ്ട്, തെരഞ്ഞെടുത്ത വാക്യങ്ങൾ കൊണ്ട് എന്നെ അങ്ങ് സന്തോഷിപ്പിക്കുക. 2, ഉപദേശത്തിന് ആർക്കും ഒരു താല്പര്യവും കാണത്തില്ല. അങ്ങനെ ഒരു കാലം വരും. ആ കാലഘട്ടത്തിലായോ നമ്മളെന്നുള്ളത് ചിന്തിച്ചാൽ മതി. അങ്ങനെ ഒരു കാലം വരും. ഉപദേശം അവർ പഥ്യ ഉപദേശം വിൽക്കും. തിമോഥെയോസിനോട് പറയുന്നത് ഉപദേശിക്കണം, സകല ദീർഘക്ഷമയോടും കൂടെ ഉപദേശിക്കണം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സഭകളിലൊക്കെ ഏറ്റവും കുറവ് അറ്റൻഡൻസ് ഏതിനായിരിക്കും എന്നറിയാം? ഉപദേശത്തിന്. ഒരു ബൈബിൾ സ്റ്റഡി എന്ന് പറഞ്ഞോ, ഇന്നലെയും ഞാൻ ഒരാളോട് സംസാരിച്ചു. പക്ഷെ അത് സാധാരണഗതിയിൽ ഒരു 60-70 പേര് സൂമിൽ വരുന്ന സ്റ്റഡിക്ക് നമുക്കൊരു 20 പേര് കാണുമെന്ന്. കാരണം അതിനൊരു നീഡ് തോന്നുന്നില്ല. പഠിച്ചിപ്പോ എന്തോ ചെയ്യാനാ? ഉപദേശം ആൾക്കാരെ ഭിന്നിപ്പിക്കുന്ന ബ്രദറെ. ഉപദേശം ഒന്നും അല്ല വേണ്ടിയത്. എന്തോ വേണ്ടിയത്? ദൂതാ വേണ്ടിയത്, ദൂത്. അങ്ങനെ ഒരു കാലം, എന്നെ സന്തോഷിപ്പിക്കുന്ന കുറച്ച് ചിന്തകൾ, ഉപദേശത്തിന് വില കൊടുക്കാത്ത, ആ ഉപദേശത്തിന്റെ അനിവാര്യത അറിയാത്തൊരു കാലം. ഇനി ഒരു പ്രധാന വാക്ക് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. സത്യസുവിശേഷം മനുഷ്യ കേന്ദ്രീകൃതമല്ല, അവരുടെ ആത്മീക ആരോഗ്യത്തെ മുൻനിർത്തിയുള്ളതാ സത്യസുവിശേഷം. 2, നമ്മൾ കണ്ടത് സത്യസുവിശേഷത്തിൽ ഉപദേശമുണ്ട്, കള്ളസുവിശേഷത്തിൽ ഉപദേശമില്ല. അത് മനുഷ്യന്റെ ഇഹലോകവാസത്തെ കൊഴുപ്പിക്കുന്ന കാര്യങ്ങളായി പറയുന്നത്. 3-ാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആ 4-ാം അധ്യായം 3-ാം വാക്യത്തിലെ ഒരു പദം ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. അവർ പഥ്യ ഉപദേശം. അടുത്ത വാക്ക് എന്തുവാ? അതൊരു വളരെ ചിന്തിക്കേണ്ട ഒരു വാക്കാണത്. അന്ത്യകാലത്തിന്റെ ലക്ഷണം എന്താണെന്നറിയാം? പൊറുക്കാത്ത ഒരു കാര്യം. സത്യസുവിശേഷമോ പഥ്യ ഉപദേശമോ പൊറുക്കാതെ. ഇംഗ്ലീഷിൽ ഞാൻ 1-2 ട്രാൻസ്ലേഷൻസ് പറയാം. ട്രാൻസ്ലേറ്റേഴ്സ് എല്ലാം പല പല വേർഡ്സാ യൂസ് ചെയ്യുന്നത്. ഒരു ട്രാൻസ്ലേഷൻ പറയുന്നത് ദേ വിൽ നോട്ട് എൻഡ്യൂർ എന്നാ പറയുന്നത്, എൻഡ്യൂർ. വേറൊരു ട്രാൻസ്ലേഷൻ പറയുന്നത് ദേ വോണ്ട് ലിസൺ. വേറൊരു ട്രാൻസ്ലേഷൻ പറയുന്നത് ദേ വിൽ നോട്ട് ടോളറേറ്റ്. വേറൊരു ട്രാൻസ്ലേഷൻ പറയുന്നത്, എനിക്കൊന്ന് അത് മെസ്സേജ് ബൈബിളാ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അന്ത്യകാലത്തിൽ ദേ ഹാവ് നോ സ്റ്റൊമക് ഫോർ സോളിഡ് ടീച്ചിങ്. അതിനുള്ള വിശപ്പില്ല. വിശപ്പ് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ ആപ്പിറ്റൈസർ ഒക്കെ കൂടി വരുന്ന ഈ ചൈനീസ് ഒക്കെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ
പെട്ടെന്ന് തല്ലിക്കൂട്ടി നല്ല രുചിയുള്ള നോ സ്റ്റൊമക് ഫോർ സോളിഡ് ടീച്ചിങ്. ഉപദേശത്തിനോ തർജ്ജനത്തിനോ പ്രബോധനത്തിനോ സത്യത്തെ സത്യമായി ഉൾമനുഷ്യന്റെ ആരോഗ്യം നോ സ്റ്റൊമക്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഉറക്കം വരും, അല്ലെങ്കിൽ അങ്ങ് ലെഫ്റ്റ് അടിക്കും, അല്ലെങ്കിൽ പറയും ബോറിംഗ് ആന്ന് പറയും. അങ്ങനെ ഒരു കാലം. ഇവിടെ ഈ പൊറുക്കാതെ എൻഡ്യൂർ എന്നുള്ള പദം നമ്മൾ വേറെ എവിടാന്നറിയാമോ കാണുന്നത്? മൂലപദത്തിൽ ഈ പൊറുക്കാതെ, പത്യ ഉപദേശം പൊറുക്കാതെ എന്നുള്ള പദം നമ്മൾ കാണുന്നത് ഏത് കോണ്ടെക്സ്റ്റിലാന്ന് ചോദിച്ചാൽ 1 കൊരിന്ത്യർ 4:12 ഒരിടത്ത് ഈ വാക്ക് കാണുന്നത്. അതിന്റെ പശ്ചാത്തലം ആ 4:12 ഞാനൊന്ന് വായിക്കാം. ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സഹിക്കുക എന്നുള്ള പദമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവർ പത്യ ഉപദേശം, കറക്റ്റായി ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിനെ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നറിയാമോ? പൊറുക്കാതെ എന്നല്ല, അവർ സത്യ ഉപദേശം, പത്യ ഉപദേശം സഹിക്കാതെ. അതൊരു വിപ്ലവകരമായ ചിന്തയാണ്. ഒരു സമയം വരെ സഹിച്ചു, ഒരു സമയം വരെ കേട്ടോണ്ടിരുന്ന് കർത്താവെ അങ്ങ് എന്നിൽ മഹത്വപ്പെടണമേ, അങ്ങ് രാജാവാകണമേ, അങ്ങ് കർത്താവാകണമേ, ഈ ലോകത്തിൽ എനിക്ക് ഒന്നും ഇല്ലേലും കുഴപ്പമില്ല. അതൊക്കെയാ പാടിയത് ഒരു സമയത്ത് പാടിയത്. ലോകം എനിക്ക് വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേ യേശുവിൻ പാത നോക്കി, ഏകുന്ന സമസ്തവും ഞാൻ. പക്ഷെ ഇപ്പൊ എന്തോ പറ്റിയെന്നറിയാം? ഇപ്പൊ അത് സഹിച്ച് വയ്യ. ഈ സന്ദേശം. ഏത് സന്ദേശം? യേശു നിന്റെ മേൽ കർത്തൃത്വം നടത്തുന്നു. സുവിശേഷം എന്ന് പറഞ്ഞാൽ നിനക്ക് കിട്ടുന്നതല്ല, നീ കൊടുക്കുന്നതാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ നിന്റെ ശിക്ഷയെ മാറ്റുന്നതാണ്. ഇന്നലെ നമ്മൾ നല്ലൊരു പാട്ട് പാടിയല്ലോ. പാടാം 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 നാം പുത്തൻ പാട്ടുകൾ പാടാം, നമ്മെ പോലെ നന്മ ലഭിച്ചവർ മന്നിതിരില്ലല്ലോ. എന്താ നന്മ? ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ, വിമോചിതരായല്ലോ. അതൊരിക്കൽ പാടി. നല്ല അനുഗ്രഹമായി അവര് നല്ല രീതിയിൽ അത് പാടി, പഴയ പാട്ട്. പക്ഷെ ഇന്ന് പാടാം 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 നാം പുത്തൻ പാട്ടുകൾ പാടാം, നമ്മെ പോലെ നന്മ ലഭിച്ചവർ. ഏതാ നന്മയും ചോദിച്ചാ നമ്മുടെ കാറുകളുള്ളവർ ആരുമില്ലല്ലോ. ഇനി വിദേശത്ത് പോയ കഥകൾ ഇങ്ങനെ മാറിപ്പോയി, ലക്ഷ്യം മാറി, വേറൊരു സദ്വർത്തമാനം. അതല്ലേ ഇവിടെ കാണുന്നത്? ഈ സത്യ സുവിശേഷം സഹിക്കേണ്ടതൊന്നാണ്, അത് പൊറുക്കേണ്ട ഒന്നാണ്, അത് എൻജോയ് ചെയ്യണം. അത് കേട്ടോണ്ടിരിക്കുമ്പം 10 വർഷം കഴിയുമ്പോ ബോറായി തോന്നരുത്, അത് തന്നെ പിടിച്ചോണം. അന്ത്യകാലത്തിന്റെ ലക്ഷണമാ. അത് സഹിക്കാത്തൊരു തലമുറ വരും. ഇദ്ദേഹത്തെ ഇനി വിളിക്കരുതെന്ന് പറയും. അദ്ദേഹത്തെ വിളിച്ച ആള് വരത്തില്ല. ചില പറയുന്ന ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ കുറിച്ച് പറഞ്ഞു, തിരുവനന്തപുരം ആ വലിയ കോൺഫറൻസ് ഹാളിൽ പുള്ളിയെ വിളിച്ചു, 500 പേര് ഇരിക്കേണ്ട കസാര ഉള്ളിടത്ത് 30 പേരുണ്ടായിരുന്നു. ഉടനെ സംഘാടകരുടെ അകത്ത് വരുന്നത് എന്താണെന്നറിയോ? അടുത്ത പ്രാവശ്യം പുള്ളിയെ വേണ്ട. കാരണം 500 പേരുടെ ഓഡിറ്റോറിയത്തിൽ AC-യും കാര്യങ്ങളും എല്ലാം ഓഡിറ്റോറിയത്തിൽ 30 പേര് വന്ന് ഫ്രണ്ട് ഇരിപ്പുണ്ട്. അപ്പൊ സംഘാടകരും പെട്ടെന്ന് ചിന്തിക്കുന്നത് പുള്ളി വിളിച്ച ആളില്ല, ആളിനെ കൂട്ടാൻ ഇനി ആരെ വിളിക്കണം? ചിലര് ഭയങ്കര വിദഗ്ധമാണ്. ഇതെന്താണെന്നറിയാം? അവരുടെ ഉള്ളിലുണ്ട് പത്യോപദേശം കേൾപ്പിക്കണം, സത്യം കേൾപ്പിക്കണം, അല്പം ശാസനയും ഈ തർജ്ജനമൊക്കെ വേണം. അതുകൊണ്ട് പോസ്റ്റർ ഉണ്ടാക്കുമ്പം ഈ പത്യോപദേശത്തിന്റെ ഒരാളെ വെക്കും, ഈ മറ്റൊരു സുവിശേഷം പറഞ്ഞ് ഇളക്കി മറിച്ച് ലൗകികത കൂട്ടുന്ന ഒരാളെയും കൂടെ വെക്കും. കാരണം ഈ ആളെ വെക്കുമ്പോ ആള് കൂടും, ഈ ആളെ വെക്കുമ്പോ സത്യവും പറയാം. എങ്ങനെയുണ്ട്? ഇതെല്ലാം അന്ത്യകാലത്തിന്റെ ലക്ഷണമായ കണക്കാക്കാൻ ഒക്കത്തുള്ളൂ. ഇത് ചെയ്യുന്നവർ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം എല്ലാരും ഒരുപോലെ നമ്മൾ വിളിച്ചു ചോദിച്ചിട്ടല്ല കൂടെ പ്രസംഗിക്കുന്ന ആരാണെന്നോ അല്ലെങ്കിൽ എങ്ങനെയാ ഇത് ആരൊക്കെയാ വേറെ ദിവസം അങ്ങനെയൊക്കെ ചെയ്യുന്നവർ കണ്ടേക്കാം. പക്ഷെ പലപ്പോഴും ആൾക്കാർ ഇതെന്താ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് എന്താ? കാരണം 2 ധ്രുവം. ഒരാൾ പറയുന്നു ലൂക്കോസിന്റെ സുവിശേഷം 5 എല്ലാം വിടുന്നതാ കാര്യമെന്ന്, വേറൊരാൾ പറയുന്നു അല്ല പടക് നിറയുന്നതാ കാര്യമെന്ന്. ഇത് 2 വശം. ചില ദിവസങ്ങളിൽ ഒരേ ദിവസം തന്നെ 2 ദിശയിലേക്ക് പോകും. ഒരാൾ രാവിലെ വന്ന് പറയുന്നു ഇന്ന് എല്ലാ രോഗവും ഇപ്പൊ സൗഖ്യമാവും, വൈകിട്ട് വേറൊരാൾ വന്ന് പറയുന്നു എന്റെ കൃപ നിനക്ക് മതി, ചില രോഗങ്ങളിലൂടെ പോകേണ്ടി വരും. ഒരാൾ വന്ന് രാവിലെ പറയുന്നു ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല, വേറൊരാൾ വന്ന് പറയുന്നു കൃപയെ കൂട്ടിത്തരാം. അങ്ങോട്ട് മാച്ചിങ് ആകുന്നില്ല. ഇതിന്റെ ലക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ ആള് വേണം, ആള്. അന്ത്യകാലഘട്ടത്തിന്റെ ഒരു ലക്ഷണമാണത്. ആളിനെ കൂട്ടിക്കിട്ടും. കാരണം അവന് ഇഷ്ടമുള്ള കാര്യമായി പറയുന്നത്, അവന്റെ മേന്മയുടെ കാര്യമായി പറയുന്നത്. പക്ഷേ പൗലോസ് ഇവിടെ പറയുക സത്യവചനം
പത്യോപദേശം പൊറുക്കാത്ത ഒരു തലമുറ, അത് സഹിക്കാത്ത, ആ സന്ദേശത്തെ സഹിക്കാത്ത, എൻജോയ് ചെയ്യാത്ത ഒരു തലമുറ വരും. എത്രന്ന് കണ്ട ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് മടുത്തു കേട്ട് മടുത്തു. ഒരു സ്തോത്രം പോലും പറയാൻ തോന്നുന്നില്ല. എന്നാ പിന്നെ സ്തോത്രം പറയാൻ വേണ്ടി ഒരു കാര്യം അങ്ങ് പറയാം. അങ്ങനെ ആളിനെ മാറ്റുക. 2 തെസ്സലോനിക്കർ 1:4 ഇതേ പദം എഴുതിയിട്ടുണ്ട്. ഈ പൊറുക്കാതെ എന്നുള്ള പദം ശ്രദ്ധിക്കേണ്ടതാ. അന്ത്യകാലത്തിന്റെ ലക്ഷണം അത്. പൊറുക്കാത്ത ഒരു കാലം, എൻജോയ് ചെയ്യാത്ത, സഹിക്കത്തില്ല അവർക്ക് ഈ പത്യവചനം. 2 തെസ്സലോനിക്കർ 1:4 സഹിക്കുന്ന സകല ഉപദ്രവങ്ങളും. അപ്പൊ ഈ പൊറുക്കുക, സഹിക്കുക എന്നൊക്കെ പറയുന്ന വാക്ക് സാധാരണ ഏത് കോണ്ടെക്സ്റ്റിലാ വരുന്നതെന്ന് അറിയാം? ഏത് കോണ്ടെക്സ്റ്റിലാന്ന് ചോദിച്ചാൽ ഉപദ്രവം. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഉപദ്രവമേറ്റാൽ സഹിച്ചോണം. നമ്മൾ പറയാം, അപ്പം യെസ് കർത്താവേ കൃപ നൽകണമേ, എനിക്ക് ഉപദ്രവം സഹിക്കണം, നിന്ന സഹിക്കണം. ഇതുവരെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? സത്യസുവിശേഷവും അതുപോലെ സഹിക്കേണ്ട ഒന്നാ. ബറാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രീസിന്റെ ഈ അവസാന ദിവസം എനിക്ക് കർത്താവിന്റെ ദാസൻ എന്ന നിലയിൽ നിങ്ങളോട് ഏവരോടും പറയാനുള്ളത്, ഉപദ്രവം സഹിക്കണം, കഷ്ടത സഹിക്കണം. അതോടൊപ്പം ഈ തലമുറയിൽ പത്യ ഉപദേശത്തെ സഹിക്കുന്ന ഒരു തലമുറ. അതെത്ര കേട്ടാലും അതൊന്ന് മാറ്റിപ്പിടിക്കാമെന്ന് ചിന്തിക്കുന്നതല്ല. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് ഭരണേ, നിന്നെ വിട്ട് അടിയങ്ങൾ എങ്ങു പോകും, അതിൽ സഹിക്കുന്ന ഒരു തലമുറ. പക്ഷെ ഇന്ന് സഹനം കുറഞ്ഞു. ഇന്ന് ആർക്കും പത്യോപദേശവും തർജ്ജനവും വേണ്ട. ഞാന് അത് ചിന്തിക്കുമ്പോൾ ഓർക്കുകയായിരുന്നു, ഈ എബ്രായ വിശ്വാസികൾ എബ്രായ ലേഖനം എഴുതുമ്പോ അവർ യേശുവിന്റെ പുറകെ വന്ന് സകലതും ഭയങ്കര നഷ്ടക്കച്ചവടമായി. അവരുടെ സ്ഥലങ്ങൾ വിൽക്കേണ്ട വന്നു. 10-ാമത്തെ അധ്യായത്തിൽ അവർ കൂത്തുകാഴ്ചകളായി മാറി. ഇങ്ങനെയുള്ള അനുഭവത്തിൽ എബ്രായ ലേഖനകർത്താവ് എഴുതുന്നത് എന്താണെന്ന് അറിയാമോ? എബ്രായ ലേഖനകർത്താവ് എഴുതുന്നത്, നിങ്ങൾക്ക് മന്ദത പറ്റിപ്പോയി, നിങ്ങൾക്ക് ക്ഷീണം പറ്റിപ്പോയി, നിങ്ങൾ സഭായോഗങ്ങളെ ഉപേക്ഷിക്കുന്നു, എന്നാൽ അടുത്ത 3 മാസത്തിനുള്ളിൽ ഒരു പുത്തൻ വഴി തുറക്കാൻ പോകുന്നു, അതുകൊണ്ട് സഭയെ വരണം എന്നല്ല. എബ്രായ വിശ്വാസികളോട് ലേഖനം എഴുതുമ്പോൾ ലേഖനകർത്താവ് പറയുന്നത്, സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. എന്തെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവനാണ്. യേശുവിനെ അനുഗമിക്കേണ്ടത് ഈ ലോകത്തിലെ ലാഭത്തിനല്ല, സാമ്പത്തിക മേന്മ കൂടാനല്ല. അങ്ങനെയുള്ള സന്ദേശങ്ങൾ മുഴങ്ങുന്ന അന്ത്യകാലഘട്ടത്തിൽ പത്യോപദേശത്തെ സഹിക്കുവാൻ, പൊറുക്കുവാൻ, അതൊരു വലിയ ധനമായി കാണുവാൻ. അങ്ങനെ ഒരു സഭയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ മുഷിയേണ്ട കാര്യമില്ല. ഇവിടെ ഇതേ ഉള്ളോ? അതുള്ളതിനായി സ്തോത്രം പറയണം. അനേകടത്ത് ഇല്ല. അനേക ഇടങ്ങളിൽ കോംപ്രമൈസ് നടന്നിരിക്കുന്നു. ഒരു പത്യോപദേശം കേൾക്കുമ്പോൾ ഇതേ ഉള്ളോ, എനിക്ക് കിട്ടാനുള്ള ഒന്നുമില്ലേ? വേണ്ട, അതിൽ നിരുത്സാഹപ്പെടണ്ട. കർത്താവെ, എന്നെ ഈ പത്യോപദേശം ഇന്ന് കേൾപ്പിച്ചല്ലോ, ഞാൻ ഈ ലോകത്തിൽ വലിയവനാകുന്നതല്ല, യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിൽ വരുന്നതാ വലുത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. പ്രിയ ദൈവമക്കളെ, ഈ പൊറുക്കാത്ത, സഹിക്കാത്ത ഈ സത്യ സുവിശേഷം സഹിക്കാൻ വയ്യ. വേറെ എന്തെങ്കിലും പറ, വേറെ ആരെയും വിളി. ഇതൊക്കെ പറയുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് ഇന്നത്തെ ഒരു പ്രത്യേക അനുഭവമൊന്നുമല്ല. അന്ത്യകാലത്തിൽ ഇന്ന് ഇത് കൂടുന്നു. പക്ഷെ പഴയ നിയമത്തിലെ ഒരു 2 വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം. യെശയ്യാ പ്രവാചകൻ എഴുതുന്നത് 30-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കൂ. വളരെ ചിന്തിക്കേണ്ട ഒരു വാക്യമാണത്. യെശയ്യാ പ്രവാചകൻ 30-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക, അവർ മത്സരമുള്ളൊരു ജനവും. ഏത് ഈ കർണരസകരമായി കേൾപ്പാൻ ഇഷ്ടമുള്ളവരെ പറയുക. അവർ മത്സരമുള്ളൊരു ജനവും ഭോഷ്കു പറയുന്ന മക്കളും യഹോവയുടെ ന്യായപ്രമാണം അനുസരിക്കാത്ത സന്തതിയുമല്ലോ. അടുത്ത വാക്യമാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അവർ എല്ലാരും നോക്കണമേ, അവരെന്തോ ചെയ്യും? ഈ പത്യോപദേശം ഇഷ്ടമില്ലാത്തവർ എന്തോ ചെയ്യും? അവർ ദർശകന്മാരോട് ദർശിക്കരുത്. എന്താ പറയുന്നേ? ദർശിക്കരുത്. പ്രവാചകന്മാരോട് എന്തോ പറയും? നേരുള്ളത് ഞങ്ങളോട് പ്രവചിക്കരുത്. ഇന്ന് രാവിലെ ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ അറിയാതെ എന്റെ മനസ്സിൽ ചിരി വരികയാ. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രവാചകന്മാരോട് എന്താ പറയുന്നത്? പ്രവചിക്കൂ. പ്രവചിക്കരുതെന്നല്ല പറയുന്നത്, പ്രവചിക്കൂ.
ഒരു പ്രവാചകൻ ഒരിടത്ത് വന്ന് ശുശ്രൂഷ കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, പാസ്റ്ററെ ഒന്ന് വരണേ, ഞങ്ങളോട് ഒന്ന് പ്രാർത്ഥിച്ചൊരു ദൂത് പറയണേ. അവിടെ പറയുക പ്രവചിക്കരുതേ, കാരണം ഇവൻ വാ തുറന്നാൽ ഈ പത്യോപദേശമാ പറയാൻ പോകുന്നത്. സത്യപ്രവാചകൻ ഉള്ളിലെ കുറവിനെ വെളിപ്പെടുത്തും, മാനസാന്തരത്തിന്റെ കാര്യം പറയും, ദ്രവ്യാഗ്രഹത്തിന്റെ കാര്യം പറയും, അന്യദേവന്മാരുടെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയും. ഈ 30-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പരിധി വരെ നോട്ട് ആപ്ലിക്കബിൾ എന്ന് തന്നെ പറയാം. ഈ കർണരസകരമായത് ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഇന്നത്തെ പ്രവാചകന്മാരോട് പറയാറുണ്ടോ പ്രവചിക്കരുതേ, ദയവായി ദർശനം കാണരുതേ? എല്ലാരും പറയുന്നത് കാണൂ. പാസ്റ്ററെ പ്രാർത്ഥിച്ചപ്പോ എന്തെങ്കിലും കണ്ടോ പാസ്റ്ററെ ഞങ്ങളെ കുറിച്ച്? ഇപ്പൊ പ്രാർത്ഥിച്ച ആള് പറയുക കണ്ടില്ല, ഒന്നും കണ്ടു, എന്നാ പാസ്റ്ററെ ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിക്കും പാസ്റ്ററെ, എന്തെങ്കിലും ഒന്ന് കാണു പാസ്റ്ററെ. എന്തെന്ന് ചോദിച്ചാൽ ഈ കാണുന്നത് എന്താന്ന് ചോദിച്ചാൽ ഒന്നീ വീടിന്റെ കാണും, അല്ലെങ്കിൽ മഞ്ഞ് പെയ്യുന്നത് കാണും, അല്ലെങ്കിൽ വണ്ടിയുടെ കളറ് കാണും, അല്ലെങ്കിൽ മക്കളുടെ ഒരു വശത്ത് ഇന്നാളെ ഈ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞത് ഞാൻ കേട്ടു, വിവാഹാലോചന, ഒരു കയ്യിൽ ബൈബിൾ പിടിച്ചിട്ടുണ്ട്, ഒരു കയ്യിൽ പണത്തിന്റെ ഒരു ബാഗും പിടിച്ചിട്ടുണ്ട്. ഇതായി കാണുന്നത്. ഈ കാഴ്ച ഉള്ളത് കൊണ്ടാ ഇന്നത്തെ ഈ ലൗകിക ചിന്താഗതി ഉള്ളവർ എന്തെങ്കിലും ഒന്ന് കണ്ടൊന്ന് പറ. പക്ഷെ യഥാർത്ഥ പ്രവാചകന്മാർ ഇന്നും ഉണ്ട്. യഥാർത്ഥമായി ദൈവത്തിന്റെ മനസ്സിനെ വെളിപ്പെടുത്തുന്നവരുണ്ട്. അവരോട് ഇന്നും ആൾക്കാർക്ക് പറയാനുള്ള എന്താണെന്നറിയോ? ഞങ്ങളോട് ദൂതൊന്നും പറയണ്ട, ഞങ്ങളെ ഓർത്ത് ദർശനമൊന്നും കാണരുതേ, കാരണം കണ്ടു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായി തീരും. നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന രാജ്യം ദൈവത്തിന്റെ ഹിതപ്രകാരമാണോ നിങ്ങൾ ആയിരിക്കുന്നത് എന്ന് ഉറപ്പുണ്ടോ? നിങ്ങൾ ഇന്ന് ചെയ്യുന്ന പ്രൊഫഷൻ, നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന ആ പണത്തിന്റെ പെരുപ്പം, അതെല്ലാം ദൈവഹിതപ്രകാരമാണ് ജീവിതം പോകുന്നത് എന്നൊരു ബോധ്യം ഉണ്ടോ? സത്യപ്രവാചകന്മാരുടെ അടുത്ത് ചെന്നാൽ അവർ ചിലപ്പോൾ പറയാൻ പോകുന്ന ഇതാ, ഈ രാജ്യം വിട്ടുപോകണം, ഇത് താങ്കളുടെ തെരഞ്ഞെടുപ്പാണ്, ദൈവം നിന്നെ കണ്ടിട്ടുള്ള വേറൊരിടത്തേക്കാണ്. ഉടനെ എന്താണെന്നറിയോ പറയുന്നത്? പക്ഷേ നല്ലാട്ട്. കാരണം വേറൊരാള് പറഞ്ഞു വെച്ചിരിക്കുക ഇതല്ല, ഇതിന്റെ മേളിലോട്ട് പോകുന്നത്. ആ കിടപ്പ് മനസ്സിലായോ? അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. ഇപ്പൊ എല്ലാരും പറയുന്ന പ്രവചിക്കൂ. പക്ഷേ ഇവിടെ പറയുന്നു കറക്റ്റായ ദർശകന്മാരോട് വേണ്ട. യെരമ്യാ പ്രവാചകനും പറയുന്നത് എന്താ? 5-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഇന്നത്തെ കാലഘട്ടം പോലെ യെരമ്യാ പ്രവാചകനോട് പറയുന്നത്, ആ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. എന്തോ വ്യാജമായി പ്രവചിക്കുന്നു പറഞ്ഞാൽ ഈ സ്വന്തം കാര്യങ്ങൾ, ലൗകിക കാര്യങ്ങൾ, പത്യോപദേശം പൊറുക്കാതെ സഹിക്കാതെ സ്വന്തമായ മേന്മയുടെ കാര്യം പറയുന്നു. പുരോഹിതന്മാരും അവരോടുകൂടെ ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. ഇങ്ങനെ ഒരു കാലം. നമ്മുടെ കാലം അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതെല്ലാം ഒരു ദിശയിലേക്ക്, എല്ലാം ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രം. അടുത്തത് ശ്രദ്ധിക്കുക. യെരമ്യാ പ്രവാചകൻ പറയുന്നത്, ഈ പുരോഹിതൻ ഇങ്ങനെ ചെയ്യുന്നു, പ്രവാചകൻ വ്യാജമായി പ്രവചിക്കുന്നു. അതെന്താ എഴുതിയിരിക്കുന്നത്? എന്റെ ജനത്തിനോ അതിഷ്ടമാകുന്നു. അതാണ് പൗലോസ് പറയുന്നത്. അന്ത്യകാലഘട്ടത്തിൽ അവർക്ക് ഇഷ്ടമുള്ളത് കേൾക്കുവാൻ ഉപദേഷ്ടാക്കന്മാരെ പെരുപ്പിക്കും. അത് ജനത്തിന് ഇഷ്ടമാ. എന്നാൽ ഈ വചനത്തിലൂടെ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവം ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. മുമ്പിലിരിക്കുന്ന ആളിന്റെ കർണരസകരമായത് കേൾക്കുന്ന സന്ദേശം പ്രചരിപ്പിക്കുവാനല്ല, അവർ പറയുന്നത് പറയുവാനല്ല, അവർ കാളക്കുട്ടിയെ ചോദിച്ചാൽ കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുക്കുവാനല്ല, സഭയ്ക്കകത്തുള്ള കാളക്കുട്ടികളെ ഉടയ്ക്കുവാൻ, പണം നോക്കാതെ, സ്ഥാനമാനങ്ങൾ നോക്കാതെ, മുഖപക്ഷമില്ലാതെ അവരുടെ ആത്മീയ ആരോഗ്യത്തെ മുൻനിർത്തി സംസാരിക്കുന്ന ഒരു കൂട്ടം ശുശ്രൂഷകർ എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അതിന് ഈ സ്റ്റഡി ഉതകുന്നെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ്. സത്യസുവിശേഷം, പത്യോപദേശം മുഖം നോക്കാതെ ആത്മീക മനുഷ്യന്റെ ആരോഗ്യം നോക്കി ദുർവ്യാഖ്യാനങ്ങളിലൂടെ ഇളക്കുവാനല്ല, റോങ് എംഫസിസിലൂടെ ത്രസിപ്പിക്കുവാനല്ല, അവരുടെ പ്രയോജനം വരുന്ന കാര്യങ്ങൾ മറച്ചു വെക്കാതെ അവരുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി, അവരെ സന്തോഷിപ്പിക്കാനല്ല. അടുത്ത പ്രാവശ്യം ഇൻവിറ്റേഷൻ കിട്ടിയില്ലെങ്കിലും സാരമില്ല, പക്ഷെ കിട്ടുന്ന അവസരങ്ങളിൽ സത്യം പറയുവാൻ അങ്ങനൊരു ജനറേഷൻ, എ ജനറേഷൻ ഓഫ് മിനിസ്റ്റേഴ്സ് ഹു വിൽ ഓൺലി പ്ലീസ് ഗോഡ്, നോട്ട് മാൻ. പ്രിയദൈവമക്കളെ, അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്,
ഈ പൗലോസ് ഈ പറയുന്നത് ഈ അന്ത്യകാലം വരുന്നു എന്ന് പറയുന്നു. 4-ാം അധ്യായത്തിൽ അതിന്റെ 3-4 വാക്യങ്ങളിലാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ മറ്റൊരു സുവിശേഷം, കറക്റ്റായ സുവിശേഷത്തെ വിളിക്കുന്ന ഒരു കാര്യമാണ് പത്യോപദേശം, സത്യം. ഇതൊക്കെ പൊറുക്കാതെ സത്യത്തെക്കുറിച്ച് പല കാര്യങ്ങളും പറയാനുണ്ട്. ഇന്നത് പറയുന്നില്ല, വാക്യങ്ങൾ മാത്രം ഒന്ന് പറയാം. 1 തിമോത്തിയോസ് 6:5 സത്യത്യാഗികളുമായ മനുഷ്യർ. അത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാ. സത്യം കേൾക്കണ്ട, കാരണം സത്യം ഡിസ്റ്റർബിംഗ് ആ. സത്യം എക്സൈറ്റ്മെന്റ് കൊണ്ടിരുന്നതല്ല, സത്യം ഭയങ്കരമായ ഒരു ഗ്ലൂമി ആക്കി മാറ്റും. അതുപോലെ തീത്തോസ് 1:14 സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ. 2 തിമോത്തിയോസ് 2:18 ഹുമന്യോസും ഫിലത്തോസും അവരുടെ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു, അവർ സത്യം വിട്ടുതെറ്റി. എന്ന് പറഞ്ഞാൽ സത്യസുവിശേഷം അല്ല പറയുന്നത്, പത്യോപദേശം അല്ല പറയുന്നത്, സത്യം വിട്ടുതെറ്റി. അല്ലാതെ ഇതൊരു കൊച്ചു പ്രോബ്ലം അല്ല. എന്താ ബ്രദറെ, ഓരോരുത്തർക്ക് ലഭിച്ച പോലത്തെ സന്ദേശമല്ലേ അവര് പറയേണ്ടത്? അങ്ങനത്തെ ഒരു കാര്യമല്ല ഇത്. ഈ മനുഷ്യരുടെ കർണരസകരമായുള്ള സന്തോഷിപ്പിക്കുന്ന ദൂതുകൾ എന്റർടൈൻമെന്റ് പോലെ പറയുമ്പോ, അല്ല ഇന്നത്തെ വേറൊരു പ്രത്യേകത, തർജ്ജനം ചെയ്യുന്നവരും വലിയ ഹാസ്യമായി മാറുകയാണ്. അതാ എന്നെ ചിന്തിപ്പിക്കുന്ന വേറൊരു കാര്യം. ശാസനയാണോ എന്ന് ചോദിച്ചാൽ ശാസനയാ, തർജ്ജനമാണോ എന്ന് ചോദിച്ചാൽ തർജ്ജനമാ. പക്ഷെ എല്ലാവരും കൂടെ കൂട്ടം കൂടി ചിരിക്കുക. അതെങ്ങനെയുള്ള ശാസനയാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ഒരു വീടിന്റെ അന്തരീക്ഷത്തിലാണെങ്കിലും പൗലോസിന്റെ ലേഖനമാണെങ്കിലും ശാസനയും തർജ്ജനയും ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ കൂട്ടം കൂടി ചിരിക്കുന്ന അങ്ങനെ ഒരു ഹാസ്യ മോഡലില് എനിക്ക് ഈ പുസ്തകത്തിൽ പരിചയമില്ല. പൗലോസോ അപ്പോസ്തലന്മാരോ തർജ്ജനം ചെയ്യുമ്പോ എല്ലാവരും കൂട്ടം കൂടി ചിരിക്കുകയാണോ ചെയ്യുന്നത്? കഥാപ്രസംഗം പോലെ എല്ലാവരും അന്യോന്യം ഇക്കിളിയിട്ട് ചിരിക്കുകയാണോ ചെയ്യുന്നത്? അത് എവിടുന്ന് വന്നു എന്നുള്ളത് എനിക്കറിയില്ല. തർജ്ജനമാണോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ തർജ്ജനമാ, പക്ഷെ എല്ലാവരും കൂട്ടം കൂടി ചിരിക്കുക. അനുതാപം വരുന്നില്ല, മാറ്റം വരുന്നില്ല, കണ്ണുനീർ വരുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ. നോക്കിയേ ഇതെന്താണെന്നറിയാമോ? ഇങ്ങനെ ഈ അപ്പോസ്തലനായ പൗലോസിന്റെ അവസാന നിമിഷങ്ങളിൽ ആ അടുത്ത ബാറ്റൺ കൈമാറേണ്ട തിമോത്തിയോസിനോട് പറയുന്നത്, ഇങ്ങനെ ഒരു കാലം വരും, പക്ഷെ നീ വ്യത്യസ്തനായിരിക്കണം, വചനം പ്രസംഗിക്കണം. 4-ാം അധ്യായം നോക്കൂ, 4-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം, വചനം പ്രസംഗിക്കുക. ബറാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രീസിന് ദൈവം കൊടുത്തിരിക്കുന്ന ഈ വലിയ ദർശനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എല്ലാ മാസവും വചനം പ്രസംഗിക്കുക. കെട്ടുകഥകളല്ല മുഴങ്ങേണ്ടത്, വചനം പ്രസംഗിക്കുക. അന്ത്യകാലഘട്ടത്തിന്റെ ആവശ്യമാ പത്യവചനം പ്രസംഗിക്കുക. ഇതെന്താണെന്നറിയാമോ ഇത്രയും തീവ്രമായി പറയാൻ കാര്യം? 4-ന്റെ 1-ാമത്തെ വാക്യമാണ്. 4-ന്റെ 1 വായിച്ച് മനസ്സിലാക്കാൻ ഒത്താൽ നമ്മുടെ സുവിശേഷീകരണം ശരിയാകും ഒരു പരിധി വരെ. 4-ന്റെ 1 എന്താണെന്നറിയാമോ? ഞാൻ ദൈവത്തെയും, പൗലോസ് പറയാ, ഞാൻ ദൈവത്തെയും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. എപ്പോഴാന്നറിയാമോ? ഈ പത്യവചനം മാത്രമേ ഞാൻ പറയത്തുള്ളെന്ന് തീരുമാനമെടുക്കുന്ന എപ്പോഴാന്നറിയാമോ പറയുന്നത്? ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് ഞാൻ പറയാൻ നിൽക്കത്തില്ല, ദൈവത്തിന് ഇഷ്ടമുള്ളതേ ഞാൻ പറയത്തുള്ളൂ എന്ന് എപ്പോഴാ ഒരു ശുശ്രൂഷകൻ തീരുമാനിക്കുന്നതെന്നറിയാമോ? ഒരു ബോധ്യമുള്ളപ്പോ. ഏത്? ഞാൻ ഒരു അക്കൗണ്ട് കൊടുക്കേണ്ട വരും. മനുഷ്യരെ എന്റർടൈൻ ചെയ്താൽ അതിന് അക്കൗണ്ട് കൊടുക്കേണ്ട വരും. പൗലോസ് അതല്ലേ പറഞ്ഞ്, ഞാൻ സത്യം ചെയ്തു പറയുന്നു, ക്രിസ്തുവേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്യുന്നു. യേശു കർത്താവിന്റെ പ്രത്യക്ഷതയെ മുന്നിൽ കാണുന്നവർക്ക് ബൈബിളിന്റെ സത്യങ്ങൾ, സത്യവചനങ്ങൾ, സത്യസുവിശേഷം കോട്ടി മാറ്റാൻ ഒക്കത്തില്ല. ഒരിക്കൽ നമ്മൾ എല്ലാവരും, ഞാൻ ഇന്നത്തെ ഈ കഴിഞ്ഞ 1, 2, 3 ദിവസങ്ങൾ ശുശ്രൂഷിച്ചതിന് ഒരു അക്കൗണ്ട് കൊടുക്കേണ്ട വ്യക്തിയാണ്. അത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്നുള്ളതല്ല. ദൈവം മുമ്പാകെ നിൽക്കുമ്പോൾ മറച്ചു വെച്ച് അടുത്തൊരവസരത്തിന് വേണ്ടി എന്തുദ്ദേശത്തോടാ സംസാരിച്ചത്? എന്തായിരുന്നു മനോഭാവം? കുറച്ചുകൂടെ പോപ്പുലർ ആകാനാണോ മനോഭാവം? അതോ സത്യം വെളിപ്പെട്ട് കിട്ടിയത് സത്യമായി, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും വലിയ ആവേശം വരുത്താൻ നിന്നില്ലെങ്കിലും സത്യം കൈമാറിയോ? അങ്ങനെ ഒരു ബോധ്യമുള്ളപ്പോ പൗലോസ് പറയാ, തിമോത്തിയോസേ, ഈ ഒരു കാഴ്ച എന്റെ മുമ്പിലുണ്ട്. ദമസ്കോസിലെ ആ എൻകൗണ്ടർ മുതൽ എനിക്കൊരു കാര്യം വെളിപ്പെട്ട് കിട്ടി. ഗലാത്യ ലേഖനം 1:9-10 പറയുന്ന പോലെ, ഞാൻ ഇനി മനുഷ്യനെ പ്രസാദിപ്പിക്കത്തില്ല,
ഞാൻ ഇനി യേശുവിനെ മാത്രമേ പ്രസാദിപ്പിക്കത്തുള്ളൂ. ആ പ്രത്യക്ഷതയെ മുന്നിൽ കണ്ടുകൊണ്ട് അന്ത്യകാലഘട്ടത്തിൽ ശുശ്രൂഷിക്കുന്ന ഒരു കൂട്ടം ശുശ്രൂഷകർ, വിശ്വാസികളോ ആ പ്രത്യക്ഷതയെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ലോകത്തിൽ, പത്രോസിന്റെ ഭാഷയെ പറഞ്ഞാൽ നോക്കിക്കേ, 2 പത്രോസ് 3-ാം അധ്യായം 3-ാമത്തെ വാക്യം, അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? അന്ത്യകാലത്തിന്റെ ലക്ഷണം എന്താണെന്നറിയോ പത്രോസ് പറയുന്നത്? ചിലര് ചോദിക്കും, എന്തോ ചോദിക്കും? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്ന പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ. ഓ, യേശു വരുന്നു, എപ്പോ വരുന്നു? പ്രത്യക്ഷമാകുന്നു. പരിഹാസികൾ, സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലഘട്ടത്തിൽ വരും, അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീൻ. എന്നിട്ട് 11-ാമത്തെ വാക്യം, ഇങ്ങനെ ഇവ ഒക്കെയും അഴിവാനുള്ളതാകിയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട്. ആ യേശു കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള വെളിപ്പാടുണ്ടെങ്കിൽ എങ്ങനെ ജീവിക്കണം? എന്നെ കേൾക്കുന്ന വിശ്വാസി സമൂഹമേ, എങ്ങനെ ജീവിക്കണം? പ്രത്യക്ഷതയെ മുമ്പിൽ കാണുന്നുണ്ടെങ്കിൽ 13-ാം വാക്യം, നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതം ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. പ്രത്യക്ഷതയെ മുമ്പിൽ കാണുന്ന ശുശ്രൂഷകന്മാർ പത്യവചനം പറയും. പ്രത്യക്ഷതയെ മുന്നിൽ കാണുന്ന വിശ്വാസികൾ വിശുദ്ധ ജീവിതത്തിന് ഊന്നൽ കൊടുക്കും. മറ്റൊരു സുവിശേഷം എന്താണെന്നറിയാമോ? മാനസാന്തരം ഇല്ലാത്ത രക്ഷ. മറ്റൊരു സുവിശേഷം എന്താണെന്നറിയാമോ? വിശുദ്ധ ജീവിതം ഇല്ലാത്ത സ്വർഗം. മറ്റൊരു സുവിശേഷം എന്താണെന്നറിയാമോ? കർത്തൃത്വമില്ലാതെ യേശുവിനെ രക്ഷകനായി മാത്രം കാണുന്നത്. അതാ മറ്റൊരു സുവിശേഷം. അതിൽ നിന്നും ഒരു മാറ്റം, മാനസാന്തരം. അവിടെ ശാസന വരും, തർജ്ജനം വരും, പ്രബോധനം വരും. വിശുദ്ധ ജീവിതം അവിടെ വരും, മാനസാന്തരം, ശാസന എല്ലാം വരും. കർത്തൃത്വം അവിടെ എന്റെ ഇഷ്ടമല്ല, കർത്താവിന്റെ ഇഷ്ടം. ഈ 3 എണ്ണവും മാറ്റി വെക്കുന്നതാ മറ്റൊരു സുവിശേഷം. മാനസാന്തരം പറയത്തില്ല, വിശുദ്ധ ജീവിതം പറയത്തില്ല, കർത്തൃത്വം നടത്തുന്ന യേശു പറയത്തില്ല. പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ രക്ഷ, സ്വർഗം, രക്ഷകൻ. ഈ 3 കാര്യങ്ങൾ. അത് കേൾക്കുമ്പോൾ ഓർത്തോണം, ഡേഞ്ചറസ്. ലാസ്റ്റ് ഡേയ്സിന്റെ ഒരു ലക്ഷണമാണ് പത്യോപദേശത്തിൽ മാനസാന്തരവും വിശുദ്ധ ജീവിതവും അനുതാപവും ഉണ്ട്. 2 കൊരിന്ത്യർ 5:10 പൗലോസ് പറയുന്നത് അതല്ലേ? അതുകൂടെ വായിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. 2 കൊരിന്ത്യർ 5:10 പൗലോസ് പറയുന്നത്, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെട്ട് വരേണ്ടതാകുന്നു. എന്നിട്ട് അടുത്ത വാക്യം, ആ ബോധ്യമുള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? 11, ആകയാൽ. അതാ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് പത്യോപദേശം കേൾക്കാത്ത എന്താന്ന് ചോദിച്ചാൽ ദൈവഭയമില്ല, ഈ കർത്താവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് അറിവില്ല. അറിവുണ്ടെങ്കിലും അതിനെ നോക്കി അല്ല ജീവിക്കുന്നത്, കാണുന്നതിനെ നോക്കി ജീവിക്കുന്നു. പൗലോസ് പറയാം, ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്ന് അറിഞ്ഞിട്ട്. നോക്കിയേ, എന്താ പത്യോപദേശത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ കാര്യം? എന്താ ഇതൊക്കെ സഹിക്കാൻ കാര്യം? സത്യസുവിശേഷം പൊറുക്കാൻ കാര്യം എന്താണെന്നറിയാം? ഭയം. എന്ത് ഭയം? ദൈവത്തിന്റെ ആ പ്രത്യക്ഷതയെ ഭയപ്പെട്ട് ആ ദിവസത്തെ നോക്കി പാർത്ത്, ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ക്രിസ്തുവിന് അനുരൂപമായ ഒരു ജീവിത ശൈലി വാർത്തെടുക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവിടെ കറക്റ്റ് യേശുവാകും. നമ്മുടെ ജീവിതത്തിലൂടെ യഥാർത്ഥ യേശുവിനെ കാണും. ജീവിത ശൈലിയിൽ കാഴ്ചപ്പാട്, നമ്മൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ കാഴ്ചപ്പാടോടെ ഇന്ന് നമ്മൾ ചിന്തിച്ചതുപോലെ ശിക്ഷണവും പ്രബോധനവും ശാസനയും എല്ലാമുള്ള ആ കറക്റ്റായ ഗോസ്പൽ, കർണരസകരമായിട്ടുള്ളതല്ല, ഇളക്കിമറിക്കുന്നതല്ല, ആത്മീക ആരോഗ്യം, നിത്യതയുടെ കാഴ്ചപ്പാടിൽ എന്നെ അടുപ്പിക്കുന്ന ആ സുവിശേഷം. ലൂക്കോസിന്റെ സുവിശേഷം 5:11 ആസ്പദമാക്കിയുള്ള സുവിശേഷം. ദുർവ്യാഖ്യാനങ്ങളല്ല, കിട്ടുന്നതല്ല, കൊടുക്കുന്ന സുവിശേഷം, കർത്തൃത്വത്തിന്റെ കീഴിൽ ആകുന്ന സുവിശേഷം. അങ്ങനെ ഈ അന്ത്യകാലഘട്ടത്തിൽ വേറിട്ടൊരു ജനമായി, കർത്താവിന്റെ ഒരു ശേഷിപ്പായി മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ലായിരിക്കാം, നമുക്ക് തന്നെ എൻഡ്യൂർ ചെയ്യാൻ പ്രയാസമായിരിക്കാം. എന്നാൽ ആ പ്രത്യക്ഷതയോടുള്ള ആ വലിയ ബോധ്യത്തോടെ പിടിച്ചു നിൽക്കുവാൻ, വിശ്വാസക്കപ്പൽ ഇളകിപ്പോകാതെ പ്രത്യാശയോടെ കാണപ്പെടുവാൻ
കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അനുഗ്രഹീതമായ ഒരു പാട്ടുണ്ടല്ലോ, സാധാരണ നമ്മൾ പാടുന്ന പാട്ടല്ലേ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസം ഏറെയില്ല, തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, ഒരുങ്ങിയിടാം. ആ ഒരു സന്ദേശത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവ് ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ഇന്ന് രാത്രിയിലും നമുക്ക് കേൾക്കുവാൻ മാത്രമല്ല നമ്മുടെ ഹൃദയങ്ങളെ തൊടുവാൻ ഇടയായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ സ്വഭാവം ഉള്ളവരായി, ദൈവത്തിന്റെ ലൈഫ് സ്റ്റൈൽ പ്രകടിപ്പിക്കുന്നവരായി, ദൈവിക ദർശനത്തോടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നവരായി, ശുശ്രൂഷകളെ കാണുന്നവരായി, സുവിശേഷത്തെ സമീപിക്കുന്നവരായി, സുവിശേഷത്തെ യഥാർത്ഥമായി പ്രസംഗിക്കാൻ ഉള്ള അഭിഷേകവും ശക്തിയും വിളിക്കപ്പെട്ട ഓരോ ദൈവജനത്തിന്റെ മേലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് അല്പസമയം കേൾക്കപ്പെട്ട ദൈവവചനത്തിന് മുൻപാകെ നമ്മെ സമർപ്പിക്കാം. കർത്താവ്, എന്നെ അങ്ങനെ ആക്കണമേ, ഞാൻ അങ്ങനെയുള്ളയാളായി, ഞാൻ അങ്ങനെ സ്വാധീനം ചെലുത്തുന്നയാളായി, ദൈവരാജ്യത്തിന് സ്വാധീനം ചെലുത്തുന്നയാളായി, ദൈവജനത്തിന്റെ ഇടയിൽ അങ്ങനെയുള്ള സ്വാധീനം ചെലുത്തുന്നയാളാക്കി എന്നെ മാറ്റണമേ എന്ന പ്രാർത്ഥന നമ്മുടെ അകത്തു നിന്നും ഉണ്ടാകട്ടെ. ഇപ്പോൾ ഡാർവിനും പ്രിയ സഹോദരങ്ങളും ഒരു പാട്ട് കൂടി പാടുകയും നമ്മൾ ആ പാട്ട് പാടിയതിനു ശേഷം പ്രാർത്ഥിച്ച് ഈ രാത്രിയിലെ നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കുകയും ചെയ്യും. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല, തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, ഒരുങ്ങിയിടാം, തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, ഒരുങ്ങിയിടാം. ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. രാജ്യം രാജ്യങ്ങളോടടുത്തു തുടങ്ങിയല്ലോ, ഒരുങ്ങിയിടാം, രാജ്യം രാജ്യങ്ങളോടടുത്തു തുടങ്ങിയല്ലോ, ഒരുങ്ങിയിടാം. ആകാശത്തിൽ ശക്തി ഇളകുന്നതാ, ഭൂമിയിലെന്തോ ഭവിക്കുമെന്നോർത്തുകൊണ്ട്, ആകാശത്തിൽ ശക്തി ഇളകുന്നതാ, ഭൂമിയിലെന്തോ ഭവിക്കുമെന്നോർത്തുകൊണ്ട്, ജനം പേടിച്ചു നിർജീവരായിടുന്നേ, ഒരുങ്ങിയിടാം, ജനം പേടിച്ചു നിർജീവരായിടുന്നേ, ഒരുങ്ങിയിടാം. ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ, ദൈവശക്തി ത്യജിച്ചവരോടിടുന്നേ, ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ, ദൈവശക്തി ത്യജിച്ചവരോടിടുന്നേ. ലോകമോഹങ്ങൾക്ക് അധീനരായി തീരുന്നതാ, ഒരുങ്ങിയിടാം, ലോകമോഹങ്ങൾക്ക് അധീനരായി തീരുന്നതാ, ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. മേഘാരുടനായി വന്നിടുവിൻ, 10,000 പേർകളിൽ സുന്ദരൻ താൻ, മേഘാരുടനായി വന്നിടുവിൻ, 10,000 പേർകളിൽ സുന്ദരൻ താൻ, തന്റെ കോമള രൂപം കൊണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിയിടാം, തന്റെ കോമള രൂപം കൊണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിയിടാം. മാലിന്യപ്പെട്ടിടാതോടിടുക, വടവാളൻ വരവേറ്റമടുത്തു പോയി, മാലിന്യപ്പെട്ടിടാതോടിടുക, വടവാളൻ
വരവേറ്റമടുത്തു പോയി. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങിയിടാം. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ടു നീ താഴ്വരയിലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ടു നീ താഴ്വരയിലല്ലയോ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്ക് ഒരുങ്ങിയിടാം. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്ക് ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല. മാലിന്യപ്പെട്ടിടാതോടിടുക, മണവാളൻ വരവേറ്റമടുത്തു പോയി. മാലിന്യപ്പെട്ടിടാതോടിടുക, മണവാളൻ വരവേറ്റമടുത്തു പോയി. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങിയിടാം. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. 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 യേശു വരും. Praise the Lord. Hallelujah. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. സുവിശേഷത്തിനായി, ദൈവരാജ്യത്തിനായി സഹിക്കുവാൻ, ആ സുവിശേഷം മറ്റുള്ളവരുമായി പങ്കുകൊള്ളുവാൻ ഇന്ന് രാത്രി ദൈവവചനം കേട്ട എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്ന് രാത്രിയിലെ നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എൽദോ മപ്പാലിൽ പ്രാർത്ഥിച്ച ആശീർവാദത്തോടുകൂടെ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നു. കർത്താവിന്റെ ദാസൻ എൽദോ മപ്പാലിൽ ലൈനിലുണ്ടോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. നിന്റെ മക്കളായ അടിയങ്ങൾ വിവിധ സ്ഥലങ്ങളിലായി, വിവിധ സ്ഥാനങ്ങളിൽ നിന്ന്, വിവിധ രാജ്യങ്ങളിൽ നിന്ന് കർത്താവെ ഒരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് കടന്നു വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ ഈ 3 ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ സ്വർഗീയ ദൂത് ഞങ്ങളുടെ ജീവിതത്തിൽ കേൾക്കുക മാത്രമല്ല, ഞങ്ങളെ തന്നെ ഒന്നും കൂടി ശോധന ചെയ്യുവാൻ നിന്റെ വിലയേറിയ ഭൃത്യനെ ദൈവത്തിന്റെ ആത്മാവിലൂടെ കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവ് ഈ കാലഘട്ടത്തിൽ വേണ്ടതായ ദൈവത്തിന്റെ വചനം, കർത്താവ് വ്യക്തി ജീവിതങ്ങൾ ദൈവവചനത്തെ കോട്ടിക്കളഞ്ഞ് വേറൊരു യേശുവിനെ പ്രസംഗിച്ചുകൊണ്ട് വേറൊരു ആത്മാവിന്റെ നടത്തിപ്പിൽ മുൻപോട്ട് പോകുമ്പോൾ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവരായി നിൽക്കുവാൻ ദൈവം വിവിധ സ്ഥലങ്ങളിൽ നിന്നായി, വിവിധ സ്ഥാനങ്ങളിൽ നിന്നായി, സഭകളിൽ നിന്നായി വ്യക്തി ജീവിതങ്ങളെ ഒരുക്കുന്ന അവിടുത്തെ സ്നേഹത്തിനായി സ്തോത്രം. കർത്താവെ, ഇന്ന് രാത്രിയിലും
ഞങ്ങളെ കേൾപ്പിച്ചതായ ഈ നല്ല വചനത്തിനായി സ്തോത്രം. കർത്താവെ, നിന്റെ മാറ്റമില്ലാത്ത വചനം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ കർണരസമാകുന്ന വചനമല്ല, കർത്താവെ ഞങ്ങളെ തന്നെ ശോധന ചെയ്യുന്ന വചനമായിരിക്കിയാൽ ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ചത് വൃഥാവായിട്ടല്ല, കർത്താവിന്റെ പ്രത്യേകമായ ഉദ്ദേശത്തിനും പ്ലാനിനും പദ്ധതിക്കുമായിട്ട് ഞങ്ങളെ തന്നെ അവിടുത്തെ വചനത്തിന് മുമ്പിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, ഇത് അന്ത്യകാലമാണ്. കർത്താവെ, ഞങ്ങൾ ഈ ലോകത്തിന്റെ കർത്താവെ വിഷയത്തിലല്ല ഞങ്ങൾ കർത്താവ് നോക്കുന്നത്, നിന്റെ വചനത്തിലൂടെ ഞങ്ങൾ നോക്കുമ്പോൾ, ദൈവമേ, നിന്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ ഞങ്ങൾ പഠിക്കുമ്പോൾ അത് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലാണ് കർത്താവെ ഈ അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത് എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു. അതിനെ തിരിച്ചറിയുവാനുള്ള ദൈവത്തിന്റെ വകതിരിവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ. ദൈവത്തിന്റെ ആത്മാവിലൂടെ അത് പ്രാപിച്ചെടുക്കുവാൻ കർത്താവെ ഈ 3 ദിവസം ദൈവത്തിന്റെ വചനം കേട്ടതായ എല്ലാ നിന്റെ ദാസിദാസന്മാരെയും ദൈവമായ കർത്താവ് സഹായിക്കുമാറാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മാറ്റമില്ലാത്ത വചനം ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ കേട്ടതുപോലെ, കർത്താവെ, നിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ മായം ചേർത്ത് കർത്താവെ സ്വന്തം താല്പര്യത്തിനു വേണ്ടി പ്രസംഗിക്കുന്നതായ അനേക പ്രസംഗകന്മാരെ പെരുക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ ഈ ദിവസങ്ങളിൽ കർത്താവെ നെഞ്ചും നെറ്റിയും കാണിച്ച് ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി, പത്യോപദേശത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിനു വേണ്ടി നിലനിൽക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് സഹായിക്കുമാറാകണമേ. വിശേഷാൽ കർത്താവെ, ഈ കൺവെൻഷന്റെ സംഘാടകർക്കായി കർത്താവെ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. വലിയവനായ ദൈവമേ, അവർ കൊടുത്തതായ വലിയ കാഴ്ചപ്പാടുകൾക്കായി പ്രൈസ് ദി ലോർഡ്. ദൈവമേ, അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിന് മക്കളെ ശക്തമായി കർത്താവെ സത്യവചനം വ്യക്തി ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതായ ദൈവത്തിന്റെ തിരുവചനത്തിനായി പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വ്യക്തി ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ അവരുടെ ഉള്ളിൽ കർത്താവ് കൊടുത്തിരിക്കുന്നതായ മഹനീയമായ കാഴ്ചപ്പാടുകൾക്കായി സ്തോത്രം. ദൈവമേ, നീ അവരെ അനുഗ്രഹിക്കണമേ. ശക്തമായി ഈ ദിവസങ്ങളിൽ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ. കർത്താവെ, നിന്റെ അത്ഭുതത്തിന്റെ കരം അവരോട് കൂടെ ഇരിക്കുമാറാകണമേ. കർത്താവെ, നിന്റെ വേലയിൽ അവർ വർദ്ധിച്ചു വരുവാൻ കർത്താവ് സഹായിക്കണമേ. ഞങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് കർത്താവെ ലൈവായിട്ട് കർത്താവെ പ്രസ്താവിക്കുന്നതായ, കർത്താവെ പകർത്തുന്നതായ എല്ലാ പ്രസ്ഥാനങ്ങളെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്നതായ ഓരോ വ്യക്തി ജീവിതങ്ങളെയും ദൈവമായ കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആശീർവദിച്ചുവെങ്കിൽ ഇന്ന് രാത്രിയിലെ മെസ്സേജും കർത്താവ് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കണമേ. കലർപ്പില്ലാത്ത ദൈവത്തിന്റെ തിരുവചനം തനിപ്പകർപ്പായി ലോകത്തോട് വിളിച്ചറിയിക്കുവാൻ നിന്റെ ഭൃത്യനെ കർത്താവ് പിന്നെയും കരങ്ങളെടുത്ത് ഉപയോഗിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് യാചിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പിന്നെയും ഞങ്ങളെ മുറ്റുമായി വചനത്തിന് മുമ്പിൽ ഒരിക്കൽ കൂടി താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയതോ നീ കേൾക്കുമാറാകണമേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും സഹവാസവും നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഭൂലോകമുള്ള സർവീസ്തന്മാരുടെയും കർത്താവിന്റെ രണ്ടാമത്തെ വരവുവരെയും ഇന്ന് വലുന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു മൂലം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്തോത്രം, 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 സ്തോത്രം. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. Praise Jesus. Amen. Thank you. God bless you. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവർക്കും വളരെ താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. Amen. Amen. Hallelujah. Thank you, Pastor. Praise God. Thank you, thank you. Praise God, praise God. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Elias Pastor, സ്തോത്രം.
സ്തോത്രം സ്തോത്രം. എന്നോട്ട് സുഖായിരിക്കുന്നല്ലോ അല്ലേ? സുഖായിരിക്കും. എന്നാ ഇറങ്ങിക്കോട്ടെ, ഇനി നാളെ ഞായറാഴ്ച ആയിക്കോട്ടെ. ഇപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനുകുട്ടി പാസ്റ്റേ, പ്രൈസ് ലോർഡ്. ഓക്കെ പ്രൈസ് ലോർഡ് എവരിബഡി. ഓക്കെ എവരിബഡി. സണ്ണി പാസ്റ്റേ, താങ്ക് യു പാസ്റ്റർ എലിയാസ്. പ്രൈസ് ലോർഡ്. താങ്ക് യു. നല്ല ലീഡിംഗ് ആയിരുന്നു. സണ്ണി സ്തോത്രം. സണ്ണി പാസ്റ്റർ, പ്രൈസ് ലോർഡ്. എൽദോസ് പാസ്റ്റർ. സണ്ണി പാസ്റ്റേ, അവസാനത്തെ പാട്ടായപ്പം ഇച്ചിരൂടെ ഇത് കുറഞ്ഞായിരുന്നോ? അവസാനത്തെ പാട്ട് നല്ലായിരുന്നു. നല്ല ഞാൻ കുറച്ച് ചെറിയൊരു ചേഞ്ച് കൂടെ വരുത്തി നോക്കിയത്. അവസാനത്തെ കൈ സൂമിലല്ല, ഞാൻ മിക്സറിൽ ചെറിയൊരു മാനിപ്പുലേഷൻ നടത്തിയതാ. എല്ലാം നോക്കിയിട്ടും ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും കുറെ പ്രാവശ്യം നോക്കി, എന്നിട്ട് നടക്കാൻ ഞാൻ അവസാനം ഒരു ചെറിയൊരു പൊടിക്കൈ നോക്കി. അതൊക്കെ അങ്ങ് വിജയിച്ചൊരു സംശയം ഉണ്ടായിരുന്നു എനിക്ക്. അതാണ് കൺഫേം ചെയ്തത്. ജാറിങ് ഇല്ലായിരുന്നല്ലോ? ഇല്ല, ജാറിങ് ഇല്ലായിരുന്നു. Praise the Lord. Hallelujah. Sam John Pastor. ഓൻ പാപ്പ സ്തോത്രം. ദാനി ബ്രദറെ എന്റെ ഡാഡിയുടെ ബ്രദറാ. എന്റെ ഡാഡി ലൈനിലുണ്ട്, പക്ഷെ അത് എനിക്കൊന്ന് ഫ്രീസ് ആയിരുന്നു. അതെ. എനിക്കൊന്ന് എജെ ജോൺ എന്ന് പറഞ്ഞ ബ്രദർ അല്ലേ? പപ്പയുടെ ബ്രദർ. അതെ. ഓക്കെ, എന്നാൽ ശരി. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്.